اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العظيم. فإنه من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين عضوا عليها بالنواجذ. صدق النبي المصطفى محمد صلى الله عليه وسلم. വേദിയിലെ ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ബഹുമാനരായ അബ്ദുൽ അസീസ് ഫൈദി ഉസ്താദ് അവർ, ഒന്നരായ മഹല്ല് ഖത്തീബ് മുഹമ്മദ് അഷ്റഫ് ഫൈദി ഉസ്താദ് അവர்களെ, സദസ്സിൽ സംഗമിച്ച വിശിഷ്ടരായ ഉസ്താദുമാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, നാട്ടുകാരെ, സഹോദരങ്ങളെ, ശിഷ്യ, നമ്മുടെ ഈ പരിപാടി, അതിന്റെ ദൃശ്യങ്ങളും അതിന്റെ ശബ്ദവും ഈ നിമിഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകരായ സാലിഹ് ഒറ്റപ്പാലം ഉൾപ്പെടെയുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി സാലിഹായ, അവൻ പൊരുത്തപ്പെടുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിപാടിയുടെ സവാബ് നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ അഹ്ലുകാരായ മുൻഗാമികളുടെ ഖബറുകളിലേക്ക്, പ്രത്യേകിച്ചും ഈ നാട്ടിൽ മറപ്പെട്ടു കിടക്കുന്ന മുഴുവൻ ആളുകളുടെയും ഹസനാത്തുകളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യും. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി, ആവർത്തിതമായ പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ഈ നാട്ടുകാരുടെയോ സംഘാടകരുടെയോ ഇവിടെ പ്രസംഗിക്കുന്നവരുടെയോ ലക്ഷ്യം അല്ല. വളരെ സുന്ദരമായി ഐക്യത്തോടെ, സൗഹാർദ്ദത്തോടെ വിവിധങ്ങളായ മതവിഭാഗങ്ങൾ, ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിംകളുമെല്ലാവരും തോളോട് തോളൊരുമിക്കൊണ്ട് അയൽപ്പക്ക ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വളരെ ഇഷ്ടത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നാട്, പുഴക്കാട്ടി. പുഴക്കാട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടി ആദ്യമായി കടന്നു വരികയും അതിനുവേണ്ടി വീണ്ടും വീണ്ടും ഇവിടെ കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആഗമനം നടത്തുകയും ചെയ്യുന്ന ജിന്നി വിഭാഗം മുജാഹിദിന്റെ നേതാക്കൾ, അവര് മനസ്സിലാക്കിയത് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ അസീസ് വൈസ് ഉസ്താദ് പറഞ്ഞതുപോലെ ഇവിടെ പ്രസംഗിക്കുന്നത് നമ്മൾ ഇവിടെ നാട്ടുകാർ തന്നെയാണ്. ഇവിടെ പ്രസംഗിക്കുന്ന, നിങ്ങളോടിപ്പോ പ്രസംഗിക്കുന്ന ഞാന്, അയാളെ വിചാരം നമ്മള് കൂടല്ലൂർന്നോ അവിടുന്നോ ഇവിടുന്നോ വരികയെന്ന് അയാളെ വിചാരം. അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു, ഇനി MT ദാരിം ഇവിടെ വരുമ്പോ മൂപ്പര ബാപ്പാന്റെ കഥ മൂപ്പർക്കൊന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടു.
ഇയാള് വിചാരം എന്താന്ന് വെച്ചാല് നമ്മൾ വേറെ എവിടുന്ന് അവിടെ വരികയെന്നാണ്. ഇത് നമ്മളെ നാടാണ് സുഹൃത്തെ. ഈ പുഴക്കാറ്റി എന്ന് പറയുന്ന ഞങ്ങളെ പഞ്ചായത്താണ്. ഞങ്ങൾ ജനിച്ചു വളർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാടാണ് ഈ നാട്. ഞങ്ങൾ ഇവിടുന്ന് വേറെ സ്ഥലത്തുനിന്ന് വരില്ല. അപ്പൊ എവിടെയാണ് എന്താണെന്ന് പോലും അറിയാതെ അങ്ങോട്ട് വന്ന് പ്രസംഗിക്കണ്ടേ? ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാടിന്റെ ഈ പുഴക്കാറ്റി എന്ന് പറഞ്ഞാൽ പണ്ട് സമസ്തയുടെ ഉലമാക്കൾ പറഞ്ഞതുപോലെ ഇവിടെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും നാടാണ്. ഹിന്ദുക്കളും മുസ്ലിംകളും ക്രൈസ്തവരും എല്ലാവരും വളരെ ഇഷ്ടത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാട്. ഇവിടെ വന്നിട്ട് പരസ്യമായിട്ട് ഈ നാടിന്റെ ആചാരങ്ങൾ, ഇവിടുത്തെ മുസ്ലിമീങ്ങളുടെ ആചാര രീതികളെ പരിഹസിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഒരു പ്രസംഗം കഴിഞ്ഞു, പിന്നെയും ഒരുപാട് പ്രസംഗങ്ങൾ ഇങ്ങനെ നടത്തുന്നെ. ആ സന്ദർഭത്തിൽ ഇവിടെ നമ്മുടെ പ്രവർത്തകന്മാരൊരു പരിപാടി സംഘടിപ്പിച്ചു. അതിൽ ഈയുള്ളവൻ സംസാരിച്ചു. അതുപോലെ തന്നെ ബഹുമാനായ മുസ്തഫ അഷ്റഫിയമ്മ കൂട്ടത്തിൽ സംസാരിച്ചു. ഞങ്ങളന്ന് വ്യക്തമായി വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകന്റെ വചനങ്ങളുടെ മുൻഗാമികളായ ഇമാമിയങ്ങളുടെ മുൻകാല മുസ്ലിമീങ്ങളുടെ നിലപാടുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആചാരങ്ങളെ വിശ്വാസങ്ങളെ സവിസ്തരം പ്രതിപാദിച്ചപ്പോൾ അതിലൊന്നും ഇവർക്ക് മറുപടിയില്ല. മറുപടിയില്ല എന്ന് കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? കഴിഞ്ഞ തവണ ഇവിടെ വന്നു. കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആളുകളൊക്കെ അവരുടെ ശ്രദ്ധ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു എന്ന് കാണുമ്പോ ഇവിടെ ഇറങ്ങും. അങ്ങനെ പറഞ്ഞു. ഞങ്ങളതിനൊരു മറുപടി, നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയാതിരുന്നത് ഞങ്ങൾ സുന്നത്തിയമായിട്ട് വിശദീകരിക്കാൻ വേണ്ടി വന്നതാണ്, മറുപടിക്ക് വേണ്ടി വന്നതല്ല. എങ്ങനെയുണ്ട്? എന്താ ഞങ്ങൾ പറഞ്ഞതിന് നിങ്ങൾക്കൊരു ഖണ്ഡനം, ഒരു മറുപടി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കാത്തത് എന്ന കഴിഞ്ഞ തവണയുള്ള നമ്മുടെ ചോദ്യത്തിന് ആ മൗലവി സാഹിബ് പറഞ്ഞതെന്താ? എന്താ പറഞ്ഞത്? ഞങ്ങളിതിന് മറുപടിക്ക് വന്നതല്ലല്ലോ, സുന്നത്തിയമായിട്ട് വിശദീകരിക്കാൻ വന്നതാണ്. ഇതാണ് ഇവരുടെ അടവ്. നമ്മൾ പറഞ്ഞതിന് മറുപടി ഒന്നും ഉണ്ടാവില്ല. പിന്നെ വേറെന്തൊക്കെയോ പറഞ്ഞ് ആളുകളുടെ ഇടയിൽ, ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരല്ല, അവിടുന്ന് ഇവിടുന്ന് ഇറക്കുമതി ചെയ്ത കുറെ വായാടികളായ മുഖത്ത് നോക്കിയിരിക്കുന്ന കുറെ ആൾക്കാരെ മുമ്പിൽ എന്തൊക്കെയോ പറഞ്ഞു പോകുക. മറുപടി ഒന്നുമില്ല, വിശദീകരണമില്ല. ഇവിടെയാണ് പറഞ്ഞത്. കഴിഞ്ഞ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് പ്രസംഗിച്ച് നിങ്ങൾ ഇഷ്ടം പോലെ പോയിക്കോളൂ, അതല്ല പ്രശ്നം. ഇവിടെ ജനങ്ങളെ മുന്നിലിരുത്തിക്കൊണ്ട് നിങ്ങളുടെ വാദം നിങ്ങളും സമർത്ഥിക്കുക, ഞങ്ങളുടെ വാദം ഞങ്ങളും സമർത്ഥിച്ചുകൊണ്ടുള്ള ഒരു നേർക്കുനേരെയുള്ള ഒരു സംവാദത്തിന്, ഒരു വാദപ്രതിവാദത്തിന് വളരെ സൗഹാർദ്ദപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞെന്താ? ഞങ്ങള് കണ്ണൂരിൽ അവിടെ മുങ്ങിയിട്ടുണ്ട്, ഇരുവേറ്റിയിൽ മുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എവിടെ മുങ്ങിയെന്നാ പറയുന്നത്? എന്താ കണ്ണൂരിൽ സംഭവിച്ചത്? കണ്ണൂരിൽ എന്താ സംഭവിച്ചത്? കണ്ണൂരിൽ ഈ വിഭാഗവുമായിട്ട് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു സംവാദത്തിന് ഇരുകൂട്ടരും കരാർ ചെയ്തു. SKSF പ്രവർത്തകന്മാരും ഈ വിഭാഗത്തിന്റെ ആളുകളും, അഥവാ ഇവരുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ജിന്ന് വിഭാഗം മുജാഹിദുകൾക്ക് എന്താണ് ഔദ്യോഗികമായി ഒരു പേര് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെയും പറയാൻ കഴിയുന്നില്ല ഞങ്ങളെ പേരെന്താണ് എന്നുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയും. എന്നാൽ ഔദ്യോഗികമായി നിങ്ങൾക്ക് പേരിടാൻ പറ്റുന്ന, ഔദ്യോഗികമായി കടന്നു വരാൻ പറ്റുന്ന ഒരു പേര് നിങ്ങളുടേത് ഏതാണ്? ചിലപ്പോ പറയും ദഅവ സമിതി എന്ന് പറയും, ചിലപ്പോ വിസ്ഡം ഗ്ലോബൽ എന്ന് പറയും, ചിലപ്പോ സലഫി സെന്റർ എന്ന് പറയും. ഇങ്ങനെ ഓരോന്ന് പറയാനല്ലാതെ ഓരോ നാട്ടിലെത്തുമ്പോൾ ഓരോ പേരിങ്ങനെ മാറാം. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചത്. ഇവിടെ വന്ന മൗലവി ഇവിടെ വരുമ്പോ മുസ്ലിയാരാവും. മുജാഹിദുകൾക്കിടയിൽ അവരുടെ ഇടയിലാണ് അയാൾ സംസാരിക്കുന്നതെങ്കിലോ അയാൾ വെറും പേരുകാരനാവും, അല്ലെങ്കിൽ മൗലവിയാവും. മറ്റൊരു വേദിയിൽ പോയാൽ മൗലവിയുമല്ല മുസ്ലിയാരുമല്ല. അതിങ്ങനെ പേരിങ്ങനെ മാറുന്നതിന്റെ ഇടയിലുള്ള, അതിന്റെ പിന്നിലുള്ള കാരണമെന്ത്?
ദാറുൽ ഹുദയിൽ 5-8 മാസം, ഒരു കൊല്ലം തേച്ചിട്ടില്ല. ദാറുൽ ഹുദയിൽ ചെറിയ കുട്ടിയായ സമയത്ത് 11ാമത്തെ വയസ്സിൽ ഒരു 8 മാസമായിട്ട് അവിടെ പഠിച്ചു, അവിടുന്ന് ചാടിപ്പോയി. ഇതല്ലേ അയാൾ മുസ്ലിയാർ എന്ന് പറയുന്നത്? ഇതിന്റെ പേരിൽ ഒരാൾ ദർസിൽ വന്ന് ചേർന്നു, 5-6 മാസം അവിടെ കഴിഞ്ഞുകൂടി, പിന്നെ അവിടുന്ന് ചാടിപ്പോയതിൽ നമ്മൾ കുറ്റം പറയല്ല. ഓരോരുത്തർക്കും ഓരോ നസീബ് ഉണ്ടാകും, അതനുസരിച്ച് മുന്നോട്ട് പോകും. പക്ഷെ അതിന്റെ പേരിൽ ആരെങ്കിലും മുസ്ലിയാർ എന്ന് പറയാറുണ്ട്? ഒരാൾ MBBS പഠിക്കാൻ ചേർന്നു. എവിടെ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. മെഡിക്കൽ കോളേജിൽ MBBS 5 വർഷമാണ് കോഴ്സ്. എല്ലാവർക്കും അറിയാം 5 വർഷമാണ് MBBS കോഴ്സ് എന്നുള്ളത്. അയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2 മാസം പഠിച്ചത് പിന്നെ ചാടിപ്പോയി. എന്നുള്ളത് ഡോക്ടർ ഫൈസൽ പുഴക്കാറ്റിയിൽ എന്ന് പറയാൻ പറ്റും. ഡോക്ടർ ഫൈസൽ പുഴക്കാറ്റിയിൽ എന്താ ക്വാളിറ്റി? 2 മാസം മെഡിക്കൽ കോളേജിൽ MBBS ചേർന്നു. അല്ലേ? ഞാൻ വ്യക്തിപരമായി പറയില്ല. പക്ഷേ ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് വെട്ടിപ്പും തട്ടിപ്പും നടത്തുമ്പോ ഇതിൽ നിന്ന് എന്താണ് സത്യമെന്ന് ശരിയായ വിധത്തില് നേർക്കുനേരെ ഇരു കൂട്ടരെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സംവാദത്തിന് ഞങ്ങൾ ഡേറ്റ് ഡിമാൻഡ് ചെയ്യുന്നില്ല. നാളെ വേണോ, നാളെയാവാം, മറ്റന്ന് വേണോ, അന്നാവാം, ഇനി റമദാൻ മാസത്തിൽ വേണോ, അന്നാവാം, ശവ്വാലിലാണോ, അന്നാവാം. നിങ്ങളൊന്ന് വരൂ. ഈ നാട്ടുകാർക്ക് ഇത് കേൾക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പൊ കണ്ണൂരിൽ എന്താ സംഭവിച്ചത്? കണ്ണൂരിൽ പരസ്യമായ ഒരു സംവാദത്തിന് ഇരുവിഭാഗവും കരാർ ചെയ്തു. അങ്ങനെ പരസ്യമായ സംവാദത്തിന്റെ ആ ഡേറ്റ് ഏകദേശം ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് ആ ഡേറ്റ് ഉണ്ടായത്. അങ്ങനെ ഡേറ്റ് ആയപ്പോൾ കഴിഞ്ഞ 24-ാം തീയതിയാണ് എന്നാണ് എന്റെ ഓർമ്മ. അതിന് തൊട്ട് മുമ്പായിട്ട് അവിടുത്തെ പ്രദേശത്തുള്ള ചില ആളുകൾ പറഞ്ഞു, പരസ്യമായ സംവാദം ഇത് കണ്ണൂർ ജില്ലയാണ്. മലപ്പുറം ജില്ലയെ പോലെയല്ലല്ലോ കണ്ണൂർ ജില്ല, പല പ്രശ്നങ്ങളുണ്ട് അവിടെ, നമ്മുടെ നാടിനെ പോലെയല്ല. അപ്പൊ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ അങ്ങനെ പല ആളുകളും അതുമായി ഇടപെട്ടപ്പോൾ 2 കക്ഷികൾ ഒന്നിച്ചിരുന്നൊരു തീരുമാനമെടുത്തു, നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് സംവാദമാവാം. അങ്ങനെ പറഞ്ഞ ഡേറ്റിൽ അവിടെ ഓഡിറ്റോറിയം കിട്ടാനില്ല. ഉള്ള ഓഡിറ്റോറിയങ്ങളിൽ കല്യാണങ്ങളും മറ്റും ബുക്ക് ചെയ്തിരുന്നു. അത് കാരണത്താൽ അന്ന് സംവാദം നടന്നില്ല. ഇനി നമുക്ക് സൗകര്യപ്രദമായ മറ്റൊരു ദിവസത്തിൽ നടത്താമെന്ന് ഇരു കൂട്ടരും ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചതാണ്. എന്നിട്ട് ഇയാൾ ഇവിടുന്ന് പ്രസംഗിച്ചത് എന്താണ് പ്രസംഗിച്ചത്? SKSFന്റെ പ്രവർത്തകന്മാർ മുസ്തഫ അഷ്റഫിയും MT ദാരിമിയും സലീം ഇർഫാനിയും സംവാദത്തിൽ നിന്ന് മുങ്ങിയിരിക്കുന്നു, ഒളിച്ചോടിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇരുവേറ്റിയിൽ ഞങ്ങൾ ഒളിച്ചോടി. ഇരുവേറ്റിയിൽ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ഫെബ്രുവരി മാസം 16-ാം തീയതി അയാൾ 3-ഓ 4-ഓ എന്നൊക്കെ നമ്പറിട്ടുകൊണ്ടൊരു ഖണ്ഡനം നടത്തി. ഞങ്ങളതിന്റെ പിറ്റന്നാൾ തന്നെ 17-ാം തീയതി മറുപടി വായടപ്പൻ ചൂടപ്പൻ മറുപടി കൊടുത്തു. പക്ഷേ 16-ാം തീയതി പ്രസംഗിക്കാമെന്ന ഈ മാന്യദേഹം പറഞ്ഞതെന്താ? ഇനി SLC പരീക്ഷ ആയിരുന്നല്ലോ, ഞങ്ങൾ പരിപാടി നിർത്തുകയാണ്. SLC പരീക്ഷ മാർച്ച് 2-ാം വാരത്തിലാ വരുന്നത്. ഇയാൾ 16-ാം തീയതി തന്നെ പരിപാടി നിർത്തി. എന്തേ നിർത്തിയത്? ആരാണ് അവിടെ മുങ്ങിയത്? അപ്പൊ അവിടെ മുങ്ങി ഇവിടെ മുങ്ങി എന്നല്ല, ഇത് പുഴക്കാറ്റിയാണ്. പുഴക്കാറ്റിൽ വെച്ചുകൊണ്ടൊരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? മാന്യമായ ഒരു ചോദ്യം. എന്റെ പ്രിയപ്പെട്ട മുജാഹിദിന്റെ വല്ല പ്രവർത്തകരും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വേഗം മൗലവിക്ക് ഒരു ടെലിഫോൺ ചെയ്യാം. അയാളിപ്പോ പ്രസംഗത്തിലാണെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം ടെലിഫോൺ ചെയ്യാം. ഇങ്ങനെ സുന്നികളുടെ പക്ഷം ആവശ്യപ്പെടുന്നുണ്ട്, നമുക്കൊരു സൗഹാർദ്ദപൂർണമായ ഒരു സൗകര്യപ്രദമായ ഒരു സംവാദം സംഘടിപ്പിച്ചാൽ. കണ്ണൂരിൽ എന്താ സംഭവിച്ചത്? അതും ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചു. കണ്ണൂരിൽ ഞങ്ങൾ വാദം കൊടുത്തു, നബിദിനാഘോഷം ശിർക്കല്ല. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് നബിദിനാഘോഷം ശിർക്കാണെന്ന് ഞങ്ങൾ മുജാഹിദുകൾക്ക് വാദമേ ഇല്ല. പച്ച നുണ ഈ പുഴക്കാറ്റിയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് ആ സഹോദരൻ പറഞ്ഞു. നബിദിനാഘോഷം ശിർക്കല്ല എന്ന് മുജാഹിദുകൾക്ക് വാദമല്ല. മുജാഹിദുകൾക്ക് നബിദിനാഘോഷത്തെക്കുറിച്ച് 3 വാദമാണുള്ളത്. ശരിക്കും മനസ്സിലാക്കണം. ഒന്ന്, യഥാർത്ഥ മുജാഹിദ്, അഥവാ 1921 മുതൽ 1950 വരേക്കുള്ള സാക്ഷാൽ മുജാഹിദ്,
ആ മുജാഹിദുകളിൽ ആരൊക്കെയാണുള്ളത്? KM മൗലവിയുണ്ട്, EK മൗലവിയുണ്ട്. അങ്ങനെയുള്ള പ്രമുഖരായ സ്ഥാപകരായ അവരുടെ പ്രധാനികളായ വഹാബി പ്രസ്ഥാനത്തിന്റെ നായകന്മാരെല്ലാവരും അണിനിരന്ന 2-3 പതിറ്റാണ്ട് കാലത്തെ മുജാഹിദുകൾ. എന്താണ് ആ മുജാഹിദുകളുടെ വാദം? നബിദിനാഘോഷം സുന്നത്താണ്. ഇത് പല വേദികളിൽ നമ്മൾ പറഞ്ഞതാ. നബിദിനാഘോഷം സുന്നത്താണ് എന്നായിരുന്നു അക്കാലത്തുള്ള മുജാഹിദുകളുടെ വാദം. നിഷേധിക്കാൻ സാധ്യമല്ല. വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇത് അവരുടെ അൽ മുർഷിദാണ്. അക്കാലത്തുണ്ടായിരുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ മാസികയാണ് അൽ മുർഷിദ്. ഈ അൽ മുർഷിദിൽ എന്താ പറയുന്നത്? റബീഉൽ അവ്വലിനെ സ്വാഗതം ചെയ്യുന്നതിന് സന്നദ്ധരാകുക എന്ന ലേഖനത്തിൽ പറയുകയാണ്, പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കാൻ പോകുന്നു. അപ്പൊ റബീഉൽ അവ്വൽ മാസത്തിന് പവിത്രതയുണ്ട് എന്ന് അക്കാലത്തെ മുജാഹിദുകൾ പറയാം. ഇത് തിരുത്തിയിട്ടില്ല. ഇത് എഴുതിയ മുജാഹിദുകൾ അവരുടെ മരണം വരെ ഇത് തിരുത്തിയിട്ടില്ല. പിന്നെ ആ എഴുതിയ മുജാഹിദുകൾക്ക് വേണ്ടി ഇന്നത്തെ മൗലവി തിരുത്തിയാൽ അത് അംഗീകരിക്കൂല കേട്ടോ. ഞങ്ങൾ തിരുത്തി പറഞ്ഞ കാര്യമില്ല. 950-കൾക്ക് മുമ്പുള്ള മുജാഹിദുകളുടെ വാദത്തെ 2015-ലുള്ള വഹാബികൾ തിരുത്തി. അത് ശരിയല്ല. അന്നത്തെ വാദം ഇന്ന് തിരുത്തിയാൽ ആ തിരുത്തല്ല. ആ തിരുത്താണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓനെന്തോ തിരുപ്പുണ്ട് എന്നാ മനസ്സിലാക്കേണ്ടത്. എന്തോ ഒരു തിരുപ്പ് അയാൾക്കുണ്ട് എന്നാണ്. അതെന്ത് തിരുപ്പാന്നുള്ളത് അയാൾ മനസ്സിലാക്കട്ടെ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താ? പവിത്ര റബീഉൽ അവ്വൽ മാസം ഇതാ നമ്മോട് അഭിമുഖീകരിക്കാൻ പോകുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾ ആനന്ദകുന്തിലരായി ഭവിക്കുന്നു. എന്താ പറയുന്നത്? റബീഉൽ അവ്വൽ മാസം പിറക്കുമ്പോഴേക്ക് മുസ്ലിങ്ങൾക്ക് സന്തോഷം വരുന്നു എന്നാണ്. ഇവിടെ കഴിഞ്ഞ തവണ പ്രസംഗിച്ച ഫൈസൽ എന്ന് പറയുന്ന ആ മൗലവി സാഹിബ് എന്താ പറഞ്ഞത്? റബീഉൽ അവ്വൽ ആഘോഷം അത് ശിയാക്കളുടെ ആചാരമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മൗലവി പറയുന്നുണ്ടല്ലോ മുജാഹിദ് പ്രസ്ഥാനമാണ് ശരിയെന്ന്. 1921 ശേഷം 50-കൾക്ക് മുമ്പുള്ള മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു ഇത് മുസ്ലിംകളുടെ ആചാരമാണ് എന്ന്, ഇത് മുസ്ലിമീങ്ങൾക്ക് സന്തോഷമുള്ള മാസമാണ് എന്ന്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഷിയാക്കളുടെ വിശ്വാസമാണ് എന്ന്. ഏതാണ് ശരി? നേതാക്കൾ പറയുന്നു മുസ്ലിങ്ങളുടെ സന്തോഷമാസമാണ് റബീഉൽ അവ്വൽ എന്ന്. ഇയാൾ ഇവരൊന്നുകൊണ്ട് പറയുന്നു അത് ഷിയാക്കളുടേതാണ് എന്ന്. ഏതാണ് ശരി? നേതാക്കളും ആചാര്യന്മാരും പറയുന്നതാണോ ശരി? അതോ ഈ പറയുന്ന പേര് മാറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ പറയുന്നതാണോ ശരി? ആണോ? ചോദ്യത്തിന് മറുപടി വേണം. അപ്പൊ സംവാദത്തിൽ ഇത് ചോദ്യം വരുന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവർ സംവാദം നടത്താത്തത്. ഈ ചോദ്യത്തിന് അവർക്ക് എന്ത് മറുപടിയുണ്ട്? തീർന്നില്ല. ഇതിലെന്താ പറയുന്നവരെയോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് റബീഉൽ അവ്വൽ മാസത്തിലാണ് ലോകൈക മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായത്. ഇസ്ലാമത പ്രബോധകരായ ആ മഹാപുരുഷന്റെ ജനനം കൊണ്ട് ലോകത്തിന് പൊതുവെ ഉണ്ടായിട്ടുള്ള നന്മകൾ പറ്റി ചിന്തിക്കുന്ന ഒരാൾക്ക് സന്ദർഭം വരുമ്പോഴേക്ക് പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസം പിറക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ സ്മരിക്കാതെ നിവൃത്തിയാവില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാം. എന്താ പറയുന്നത്? അന്ന് മുസ്ലിം ലോകം ഒന്നായി കൊണ്ടാടുന്ന മൗലിദ് യോഗത്തിൽ നബിയുടെ ശരിയായ നടപടിക്രമം വിവരമായി പറഞ്ഞുകൊടുക്കും. മുസ്ലിം ലോകം ഒന്നായിട്ടാണ് നബിദിനാഘോഷിക്കുന്നത്. ഇവരെ കഴിഞ്ഞ തവണ പ്രസംഗിച്ചു പോയ മൗലവി പറഞ്ഞതെന്താ? അത് ഷിയാക്കള ആചാരമാണ്. ഏതാ ശരി? ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദിന്റെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ നിങ്ങളുടെ മൗലവിയോട് സ്നേഹബുദ്ധിയ ബഹുമാനപുരസ്സരം നിങ്ങൾ ചോദിക്കണം. നമ്മളെ നേതാക്കന്മാര് പറയുന്നത് ഇത് മുസ്ലിം ലോകം ഒന്നാകെ ആചരിച്ചതാണ് എന്നാണല്ലോ. നിങ്ങളിപ്പോ ഞങ്ങളോട് പ്രസംഗിച്ചതോ ഇത് ഷിയാക്കള ആചാരമാണെന്നാണല്ലോ. ഇതിൽ ഏതാ മൗലവി? ഏതാ
സർ സർ എന്നുള്ള അവർ വിളിക്കാം. സർ, ഇതിലേതാണ് ശരി? പ്രിയപ്പെട്ട മുജാഹിദിന്റെ സഹോദരങ്ങൾ, ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. തീർന്നില്ല. മൗലിദിന്റെ മജ്ലിസിൽ ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ് പുണ്യ സദസ്സ് തന്നെയാണ്. ഇതിനാ തന്നെയാണെന്ന് പറഞ്ഞത്. ഞങ്ങളൊക്കെ മരിച്ചതിന് ശേഷം ഞങ്ങൾ അനുയായികളായിട്ട് വരുന്ന പുത്തൻ മൗലവിമാർ ഇത് ശിയാക്കള ആചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന കാലഘട്ടം വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അവർ പറഞ്ഞു ഇതൊരു പുണ്യ സദസ്സ് തന്നെയാണ്. എന്നിട്ട് ഇയാൾ ഇവിടെ വന്നുകൊണ്ട് ഇയാളെ പ്രസംഗത്തിന്റെ സിംഹഭാഗവും ചെലവാക്കിയത് എന്തിനു വേണ്ടിയാ? നബിദിനാഘോഷം ഷിയ ആശയമാണെന്ന് പറയാൻ വേണ്ടിയാണ്. ഞങ്ങളന്ന് ചോദിച്ചിരുന്നു, ഷിയാക്കളെ പുസ്തകത്തിൽ സുന്നികളുടെ ആചാരങ്ങളെപ്പറ്റി പറയുന്നുണ്ട്, അതുകൊണ്ട് സുന്നി ആചാരങ്ങളൊക്കെ ഷിയ ആചാരമാണ് എന്നാണ് ഈ നാട്ടില് ആദ്യം ഇവർ വന്ന് പ്രസംഗിച്ചത്. അപ്പൊ ഞങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഷിയാക്കളെ പുസ്തകത്തിലുള്ളത് കൊണ്ട് ആചാരം ഷിയാകുമോ? ആണെങ്കിൽ ഷിയാക്കളെ പുസ്തകത്തിൽ ബിസ്മിയില്ലേ? ആണെങ്കിൽ ഷിയാക്കളെ പുസ്തകത്തിൽ 5 നേരത്തെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇനി 5 നേരത്തെ നിസ്കാരമൊക്കെ ഷിയാചാരമാണെന്നാ? അപ്പൊ അയാളെ മറുപടി ഭയങ്കര രസമുണ്ട്. ഇതൊക്കെ തൊള്ള വിളിച്ച് കേൾക്കാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇവരെ കൂട്ടത്തിൽ. എന്താ പറഞ്ഞത്? അത് തർക്കമുള്ള വിഷയമല്ല, നമ്മൾ തമ്മിൽ തർക്കമുള്ള വിഷയമല്ലല്ലോ. നമ്മൾ തമ്മിൽ തർക്കമുള്ള വിഷയത്തിലാകുമ്പോഴാണ് ഷിയ ആചാരമാകുക. അയാൾ ഇവിടെ നിന്ന് പറഞ്ഞത്. ആഹാ, നിങ്ങളാണ് തർക്കിക്കുക. അപ്പൊ ഷിയാക്കളെ പുസ്തകത്തിൽ ഉണ്ടോ നോക്കുക. എന്നിട്ട് ഷിയാക്കളെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ അപ്പൊ ഷിയ ആചാരമാണെന്ന് പറയാം. ഇതെന്ത് ഇസ്ലാമാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ചേകനൂർ മൗലവി ഉണ്ടല്ലോ, ചേകനൂർ മൗലവി, നിസ്കാരം 3 വക്തേ ഉള്ളൂ എന്ന് പറയുന്ന മൗലവി, അഡ്രസ് ഇല്ലാത്തൊരു മൗലവി ഉണ്ടല്ലോ, വഹാബിസത്തിൽ നിന്ന് ചേകനൂരിസത്തിലേക്ക് ചാടിക്കടന്ന ആ മൗലവിയുടെ വാദം എന്താണെന്നറിയോ? ആ മൗലവിയുടെ വാദം ഫാത്തിഹ ഓതിയതിനു ശേഷം ആമീൻ എന്ന് പറയാൻ പാടില്ല, വലദ്ദാലീൻ ആമീൻ എന്ന് പറയാൻ പാടില്ല, അത് ജൂതന്മാര് കടത്തിക്കൂട്ടിയതാണെന്ന്. നബിദിനാഘോഷം ഷിയാക്കളുടേതാണെന്ന് പറയുന്ന മൗലവിയുടെ മറ്റൊരു പതിപ്പാണ് ആമീൻ എന്നുള്ളത് ജൂതന്മാര് കടത്തിക്കൂട്ടിയതാണെന്നാണ് ചേകനൂർ മൗലവിയുടെ വാദം. അപ്പൊ ഇനി ഫൈസൽ മൗലവി ഷിയാക്കളെ പുസ്തകം എടുത്തു നോക്കുക. അപ്പൊ ഷിയാക്കളെ പുസ്തകത്തിൽ കാണാം വലദ്ദാലീൻ ആമീൻ. അപ്പൊ തർക്കമുള്ള വിഷയമാണ്. ചേകനൂർ മൗലവി നമ്മളും തമ്മിൽ തർക്കമുള്ള വിഷയമാണ്. ആമീൻ പറയൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്നുള്ളത്. നമ്മൾ പറയുന്ന സുന്നത്താണെന്നാണ്, ചേകനൂർ മൗലവി പറയുന്ന സുന്നത്തില്ല എന്നാണ്. അപ്പൊ ഷിയാക്കളെ പുസ്തകത്തിലോ സുന്നത്താണെന്നുണ്ടേനും. അപ്പൊ എന്നാ വലദ്ദാലീൻ ആമീൻ അത് ഷിയാചാരാന്നാ പറയുന്നത്. അന്ന് ഞങ്ങൾ ചോദിച്ചു, മഹാനായ അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഫർഖ് ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥം പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഷിയാക്കളുടെ അനേകം വിശ്വാസ സംഹിതകൾ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് നബിദിനാഘോഷം ഷിയ ആചാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അയാളെ മറുപടി എന്താ? അന്ന് നബിദിനാഘോഷം ഉണ്ടാകാത്തതുകൊണ്ടായത്. ഓഹോ, എന്നാ നബിദിനാഘോഷം മുസ്ലിമീങ്ങള് ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ അൽ ഫർഖ് ബൈനൽ ഫിറഖ് എന്നതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ആധികാരികമായ പ്രാമാണികമായ ഇമാമീങ്ങളാൽ രചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നബിദിനാഘോഷം ഷിയാക്കളുടെ ആശയത്തിൽ നിന്ന് ഉത്ഭവിച്ചതായതുകൊണ്ട് തള്ളപ്പെടണമെന്ന് പറയുന്ന ഒരൊറ്റ വരി എന്ത് മൗലവി സാഹിബ് ഇവിടെ വായിക്കാതിരുന്നത്? വായിക്കാൻ കഴിയൂല, അതിനുള്ള വിവരമില്ല. അത് വായിച്ചാൽ അത് കണ്ടെത്താൻ വേണ്ടി ശ്രമം നടത്തിയാൽ കാണുകയുമില്ല. പിന്നെ ഇപ്പത്തെ ഏതെങ്കിലും എഴുത്തുകാർ അവിടെ ഇവിടെ പറഞ്ഞതുണ്ടാവും, അതിവിടെ സ്വീകാര്യമില്ല കേട്ടോ. ഇന്നത്തെ എഴുത്തുകാരുടേതല്ല, ഇമാമീങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ഇല്ല. മറിച്ച് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്താ? നബിദിനാഘോഷം പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. മഹാനായ ഇമാം ഹാഫിം ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദയസ്ഥമാക്കിയ മഹാൻ, ലോകം അംഗീകരിച്ച മഹാൻ മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്താ?
അവിടുത്തെ പ്രസിദ്ധമായ ഫത്വയിൽ ഫത്വ കൊടുത്തതെന്താ? മുസ്ലിമീങ്ങളെ, നബിദിനാഘോഷം പ്രതിഫലം ലഭിക്കുന്ന ആചാരമാണ്. അല്ലേ? അപ്പൊ ഇമാമിയങ്ങൾ പറഞ്ഞത് പ്രതിഫലം ലഭിക്കുന്ന ആചാരമാണ്. എന്നാൽ ഷിയ ആചാരമാണെന്ന് പറഞ്ഞ ഒരു ഇമാമിന്റെ വരി അതല്ലേ വായിക്കേണ്ടത്? എന്നിട്ട് സ്വന്തമായിട്ടൊരു വാദം ഉണ്ടാക്കുക. ആ വാദം നാട്ടുകാരോട് പറയാം. അപ്പൊ അതാണ് ഞങ്ങൾ പറഞ്ഞത്. നമുക്കിത് മാറ്റിവെച്ച് നോക്കാം. നിങ്ങൾ പറയൂ നബിദിനാഘോഷം ഷിയ ആചാരമാണ്, ഞങ്ങൾ പറയുന്നു നബിദിനാഘോഷം പുണ്യകർമ്മമാണ്. നോക്കൂ, നബിദിനാഘോഷം പുണ്യകർമ്മമാണ് എന്ന് മാത്രമല്ല, നബിദിനാഘോഷം ശിർക്കല്ല. അതെന്താ ശിർക്കല്ല ഞങ്ങൾ വാദിക്കാൻ കാരണം? കണ്ണൂരിൽ ഞങ്ങളുടെ വാദത്തിൽ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് അയാൾ ഇവിടെ പറഞ്ഞതെന്താ? നബിദിനാഘോഷം ശിർക്കാന്ന് മുജാഹിദുകൾക്ക് വാദമില്ലല്ലോ എന്നല്ലേ? ഉണ്ട് മൗലവി, നിങ്ങൾക്ക് വാദമുണ്ട്. മറച്ചുവെച്ചാൽ നടക്കില്ല. നബിദിനാഘോഷം ബിദ്അത്താണ്, അനാചാരമാണ് എന്നത് മാത്രമല്ല നിങ്ങളുടെ വാദം. 950 വരെ നിങ്ങൾക്കത് സുന്നത്താണെന്ന വാദമായിരുന്നു. 50 ശേഷം നിങ്ങൾ കരണം മറിഞ്ഞു. നിങ്ങൾ എന്താ വാദിച്ചത് അറിയോ? നബിദിനത്തിന്റെ 12 അന്നോ അതിന് മുമ്പോ അതിന് ശേഷമോ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരില് സന്തോഷം നടത്തുന്ന മുസ്ലിമീങ്ങളുടെ ആചാരത്തെക്കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? അത് ശിർക്കാണ് എന്നാ പറഞ്ഞത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബഹുദൈവ വിശ്വാസം. ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ഈ പഴക്കാട്ടിരിയുടെ മണ്ണിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞതാ നബിദിനാഘോഷം ശിർക്കാന്ന് ഞങ്ങൾക്ക് വാദമല്ല. ഞങ്ങളെ വാദം കേട്ടോളി. സദസ്സിലുള്ള ആളുകൾ ശരിക്കും ശ്രദ്ധിക്കണം. എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന വല്ല മുജാഹിദുകളുമുണ്ടെങ്കിൽ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച മൗലവിയോട് ടെലിഫോൺ ചെയ്തുകൊണ്ട് ഇതൊന്ന് നിങ്ങൾ ചോദിക്കണം. അല്ല മൗലവി, അല്ല സർ, ഞങ്ങളിങ്ങനെ പറഞ്ഞു, നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ പൊയക്കാറ്റിയിൽ ഇങ്ങനെ പ്രസംഗിച്ചത് മോശമായില്ലേ? അതെവിടെ നിങ്ങൾ പറഞ്ഞത്? ഇത് ഇസ്ലാഹ് മാസികയുടെ സമ്മേളന പതിപ്പാണ്. 2008 ഫെബ്രുവരി മാർച്ച് ലക്കമാണ്. ഈ ലക്കത്തിന്റെ 36-ാമത്തെ പേജിൽ വ്യക്തമായി പറയുകയാണ്. ഈ ലക്കത്തിന്റെ 36-ാമത്തെ പേജിൽ. അത് ഞാൻ വായിക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. ഈ ലക്കത്തിന്റെ 42-ാമത്തെ പേജിലൊരു ലേഖനമുണ്ട്. ആ ലേഖനത്തിന്റെ പേര് ശൈത്താന്റെ കൊമ്പും കുബൂരികളുടെ വമ്പും. ആരാ ഇത് എഴുതിയതെന്നറിയോ? ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്. ഇവിടെ ഒന്ന് പ്രസംഗിച്ച ആ മാന്യതയാണ് അല്ലേ? നമ്മൾ അയാളെ ബാപ്പാനെ കുറ്റപ്പെടുത്താനൊന്നും പോകുന്നില്ല. നമ്മൾ തമ്മിലുള്ള സംവാദത്തിന്റെ പേരും പറഞ്ഞിട്ട്, ഗണ്ഡനത്തിന്റെ പേരും പറഞ്ഞിട്ട് എന്തിനാ ഈ ബാപ്പാനെ കുറ്റം പറയുന്നത്? അല്ലേ? എന്നിട്ട് നമ്മളെ ബാപ്പാനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി MT ദാരിമി വരുമ്പോ ഒന്ന് അന്വേഷിച്ചുകൊണ്ടു. എന്റെ ബാപ്പാനെ കുറിച്ചോ എന്റെ കുടുംബത്തെക്കുറിച്ചോ പൊയക്കാറ്റിക്കാരോട് അന്വേഷിക്കാൻ സഹോദര നീ പറയേണ്ട ആവശ്യമില്ല. ഈ നാട്ടുകാർക്ക് ഞങ്ങളെ ഫുള്ളറിയാം. ഞങ്ങൾ ഈ നാട്ടുകാരാണ്. എന്നിട്ട് പിന്നെ അന്വേഷിക്കാൻ വേണ്ടി പറയും. എവിടുന്ന അയാൾ വരുന്നത്? അപ്പൊ ഇതേ മാസികയിൽ പറയാം. എന്താ പറയുന്നത്? മൗലിദാഘോഷിക്കുന്നവർ പ്രസ്തുത ആരാധനാ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും അല്ലാഹുവിന്റെ പൊരുത്തമല്ല, മറിച്ച് അള്ളാന്റെ പൊരുത്തല്ല എന്നൊക്കെ പറയുന്നത് അവരുടെ വാദങ്ങളാട്ടോ. നമ്മക്ക് അങ്ങനെയൊന്നുമല്ല. നമ്മളെ പറ്റി അവർ പറഞ്ഞുണ്ടാക്കുക. മറിച്ച് നബിയുടെ പൊരുത്തമാണ്. ആ നിലയിൽ മൗലിദാഘോഷം തന്നെ ശിർക്കാണ്. മൗലിദാഘോഷം ശിർക്ക് മാത്രമല്ല, ബിദ്അത്തും കൂടിയാണ്. പിന്നെ രണ്ടാമത്തെ ആരോപണം അല്ലേ? ആ കാണുന്നത് മൂർഖം പാമ്പാണെങ്കിൽ കുഴപ്പമില്ല, മൂർഖം പാമ്പ് മാത്രമല്ല അത് മൂർഖോലും കൂടിയാട്ടോ എന്ന് പറയുന്നതിന് തുല്യല്ലേ സഹോദര പറഞ്ഞത്? ശിർക്ക് മാത്രമല്ല ബിദ്അത്തും കൂടിയാണ്. ഇത് പിന്നെ പറയാം, മേൽപ്പറഞ്ഞ തെളിവുകളിൽ നിന്ന് മൗലിദ് ആഘോഷിക്കൽ ശിർക്കും ബിദ്അത്തുമാണെന്ന് നാം മനസ്സിലാക്കി. ആര് മനസ്സിലാക്കി? മുജാഹിദീങ്ങൾ മനസ്സിലാക്കി. അതാ നമ്മൾ പറഞ്ഞത്. കണ്ണൂരിൽ ഞങ്ങളെ വാദത്തിൽ വിഷയം എഴുതിയിട്ടുണ്ട്. സംവാദങ്ങൾ നടക്കട്ടെ, വെള്ളം അങ്ങോട്ട് കുടിപ്പിക്കും. ഇനി പഴക്കാറ്റിയിലോ ഇരുവേറ്റിയിലോ നാദാപുരത്തോ കാസർഗോഡോ ആലുവയിലോ ആലപ്പുഴയിലോ ഞങ്ങൾക്കിങ്ങനെ ഒരു വാദമില്ല എന്ന് പറഞ്ഞു നടക്കാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല.
ഇതാ വ്യക്തമായി നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഇതൊരു രേഖ. ഇനിയും വേറെയും രേഖയുണ്ട്. രേഖ ഞങ്ങൾ മറച്ചു വെക്കുന്നില്ല. ഉമർ മൗലവിയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിലും വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിന്റെ 10ാമത്തെ പേജിൽ മൗലിദ് പാരായണം, മൗലിദ് ആഘോഷം ശിർക്കാണ് എന്ന വിധത്തിൽ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഇനിയും ഞങ്ങളെ കയ്യിൽ രേഖകളുണ്ട്. നിങ്ങളെ വാദം എന്താ? അപ്പോ ഒരു കാലത്ത് മൗലിദാഘോഷം സുന്നത്താണെന്ന് പറഞ്ഞു, പിന്നെ കാരണം പറഞ്ഞു മൗലിദാഘോഷം ശിർക്കാന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നത് ശിർക്ക് മാത്രമല്ല ബിദ്അത്തും കൂടി ഉണ്ട്. ഞങ്ങൾ നിങ്ങളുടെ ആ വാദത്തെ ശരിക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് കണ്ണൂരിലെ കമ്പിൽ നിങ്ങളെ തളച്ചു കെട്ടിയിട്ടുള്ളത്. നടക്കട്ടെ സംവാദം ഇൻഷാ അല്ലാഹ്. ഇത് നമുക്ക് ശരിക്ക് വിസ്തരിക്കണം. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ സംവാദത്തിന് റെഡിയാവാത്തത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹം ആകെ വിശുദ്ധ ഖുർആനിനെ അട്ടിമറിക്കുക എന്ന ഒരു ശൈലിയാണ് ഇവിടെ നടത്തിയത്. മുജാഹിദ് വിഭാഗത്തെ മുജാഹിദുകളാക്കുന്നത് പ്രധാനമായിട്ട് 2 അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നിക്കൊണ്ടാണ്. ഒന്നേതാണ്? ഒന്ന്, ഖുർആനിന്റെയും ഹദീസിന്റെയും വാക്യങ്ങളെ അവർ വക്രീകരിക്കുന്നു, അവർ ദുർവ്യാഖ്യാനിക്കുന്നു. അങ്ങനെ മുജാഹിദായ പാവപ്പെട്ട പ്രവർത്തകരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. 2, സ്വഹാബാ കിറാമിനെ തള്ളിപ്പറയുന്നു. ഇത് രണ്ടുമാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കാം, സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ധാർമ്മികമായി നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല. എന്തുകൊണ്ടില്ല? നിങ്ങൾ എന്താ സഹാബത്തിനെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾ എന്താ സഹാബത്തിനെ പറ്റി നിങ്ങൾ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? സഹാബത്തിനെ പറ്റി നിങ്ങൾ പറയുന്നത് സഹാബത്ത് ദീനിൽ ഒന്നുമല്ല. സഹാബത്തിനെ പറ്റി മുജാഹിദിന്റെ കാഴ്ചപ്പാടെന്താണ്? സഹാബത്ത് ദീനിൽ ഒന്നുമല്ല എന്ന. സഹാബത്തിനെ പറ്റി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താണ്? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയാ, സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നുവന്ന മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബിവര്യന്മാർ, അവരെ യഥോവിധം പിന്തുടർന്ന പിൻഗാമികളായ ആളുകളും അല്ലാഹു തആല അവർക്ക് പൊരുത്തം നൽകിയിരിക്കുന്നു. അവർക്ക് അല്ലാഹുവിനെ കുറിച്ചും പൊരുത്തമാണ്. സൂറത്തു തൗബയുടെ 100ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാ, അങ്ങനെയുള്ള സഹാബിമാരെ പറ്റി മുജാഹിദിന്റെ കാഴ്ചപ്പാട് എന്താണ്? ആദ്യം അതൊന്ന് മനസ്സിലാക്കണ്ടേ. മുജാഹിദ് വിഭാഗത്തിന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം. ഇത് അത്തവസ്സുൽ എന്ന പുസ്തകമാണ്. വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലായി പറയുന്നത്. പഴക്കാട്ടിയുടെ മണ്ണിൽ വന്നുകൊണ്ട് കളവ് പറയല്ല. എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. ആ മൊബൈൽ ഫോണിന് ക്യാമറയുണ്ടല്ലോ. ആ ക്യാമറയിൽ നിങ്ങൾ ഈ പുസ്തകം ഫോട്ടോ എടുത്തോളൂ. നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതുള്ളതാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇത് കളവാണോ അല്ലയോ എന്ന് പരിശോധിക്കാം. ഇവിടെ അങ്ങനത്തെ യാതൊരു ഡിമാൻഡും ഇല്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷൻ എടുത്തതാണ്. ഞങ്ങളങ്ങോട്ട് പ്രസംഗിച്ചു പോകും. ഞങ്ങളങ്ങോട്ട് ഏകപക്ഷീയമായിട്ടാണ് പ്രസംഗിക്കും, കുമ്പസരിക്കും. ഇവിടെ ആർക്കും ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ സംശയ നിവാരണം വരുത്താനോ അതിനൊന്നും പറ്റൂല. ഞങ്ങൾ പറയുന്നത് കേൾക്കുക എന്ന ആ ഒരു കടമ മാത്രം ചെയ്താൽ മതി. ഇങ്ങോട്ടൊന്നും പറയരുത്. എന്നാ അങ്ങനെയല്ല ഞങ്ങളെ ശൈലി. ഇന്നലെ എടക്കുളത്ത് SKSFന്റെ പ്രവർത്തകർ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഈ ഉള്ളവന് 8 മണി മുതൽ 9:15 വരെ അവരെ പ്രസംഗിക്കുമ്പോൾ അവിടെയുള്ള മുജാഹിദുകൾ കൂട്ടമായിട്ട് ഇതേപോലെ സ്റ്റേജിന്റെ മുന്നിലേക്ക് വന്നു. അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുണ്ട്, അവസരം തരുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ പ്രസംഗം നിർത്തി. എന്റെ പ്രസംഗത്തെ കട്ട് ഓഫ് ചെയ്തുകൊണ്ട് അവർക്ക് മൈക്ക് കൊടുത്തു. നിങ്ങൾ ചോദിക്കൂ. അങ്ങനെ അവർക്ക് ഒരു ചോദ്യമല്ല, അതിന് ഡിമാൻഡില്ല. ഒരാളിങ്ങനെ മൈക്കങ്ങനെ തൊള്ളിലേക്ക് പിടിച്ചെടുക്കുക, എന്നിട്ട് ചോദ്യത്തിന്റെ ഇടയിൽ മൈക്കൾ വലിക്കുക, ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ ചോദ്യക്കാരെ സദസ്സിലേക്ക് കൊണ്ടുവരിക, ഇതൊന്നുമില്ല.
വയക്കാട്ടിൽ അവരൊരു മുഖാമുഖം എന്നൊരു പ്രഹസനം നടത്തിയല്ലോ. ആ പ്രഹസനത്തിൽ എന്താ സംഭവിച്ചത്? ഒരാളെ മാത്രം അകലെ നിന്ന് കടത്തിവിടുന്ന ഏർപ്പാട്. ഇതൊന്നും ഇവിടല്ല. ഇവിടെ സുതാര്യമാണ്, ഇവിടെ ജനകീയമാണ്, ആളുകൾക്ക് ഇടപെടാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്കിത് ഫോട്ടോ സ്റ്റാൻഡ് എടുക്കാം. ഇതിലെന്താ നിങ്ങൾ പറയുന്നത്? ആരെഴുതിയതാ? KP മുഹമ്മദ് ബിൻ അഹമ്മദ്. എല്ലാ മുജാഹിദുകൾക്കും തള്ളിപ്പറയാൻ പറ്റാത്ത മുജാഹിദ് വിഭാഗത്തിന്റെ അന്തരിച്ച മരിച്ചുപോയ 2002 മുമ്പ് മരിച്ചുപോയ സാക്ഷാൽ KP മുഹമ്മദ് ബിൻ അഹമ്മദാണ്. ഇദ്ദേഹം മുജാഹിദ് വിഭാഗത്തിന്റെ സംസ്ഥാന നായകനായിരുന്നല്ലോ, സംസ്ഥാന അധ്യക്ഷനായിരുന്നല്ലോ, ആചാര്യനാണല്ലോ, അപ്പോസ്തലനാണല്ലോ. ഇദ്ദേഹം ഈ പുസ്തകത്തിന്റെ 90ാമത്തെ പേജിൽ എന്താ പറയുന്നത്? ഈ പുസ്തകത്തിന്റെ 90ാമത്തെ പേജിലും 77ാമത്തെ പേജിലും 2 സ്ഥലത്തായിട്ട് അദ്ദേഹം പറയുന്ന ഒരു ആശയമുണ്ട്. കേൾക്കാം. സഹാബത്ത് ചെയ്തോ എന്നിവർ ചോദിക്കുന്നുണ്ടല്ലോ. ഇവർക്ക് അങ്ങനെ ചോദിക്കാൻ ധാർമ്മികമായ അവകാശമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇതിലെന്താ പറയുന്നറിയോ? ഏതെങ്കിലും സഹാബിയുടെ മാത്രം പ്രവൃത്തിയോ അഭിപ്രായമോ ഇസ്ലാമിൽ തെളിവായി സ്വീകരിക്കപ്പെടുകയില്ല. പിന്നെന്ത് ചോദ്യമാണ്? ഇല്ല, സഹാബി ചെയ്തോന്ന് എന്ത് അടിസ്ഥാനത്തിൽ അവർ ചോദിക്കുന്നത്? നിങ്ങളും സഹാബത്ത് തമ്മിൽ എന്താ ബന്ധം? അതൊന്ന് പറ. നിങ്ങളും സഹാബത്ത് തമ്മിൽ എന്താ ബന്ധം? തീർന്നില്ല. ഞാൻ മറ്റൊരു ഉദ്ധരണി കൂടി വായിക്കാം. 2002 മടവൂർ വിഭാഗം പുറത്തിറക്കിയ സമ്മേളന സോവനീർ, കോഴിക്കോട് നടന്ന സമ്മേളനത്തിന്റെ സോവനീറിൽ അവർ പറയുന്ന ഒരു ആശയമുണ്ട്. എന്താ പറയുന്നറിയോ? മുജാഹിദുകളുടെ പൊതുവാദമായിട്ട് അവർ പറയാം. ഞാനത് വായിച്ചു തരാം. സഹാബികളും കുനൂത്തും എന്ന പുസ്തകം എന്ന തലവാചകത്തിൽ പറയാം. ഖുർആൻ വ്യാഖ്യാനത്തിൽ മാത്രമല്ല, മതപരമായ കാര്യങ്ങൾ സ്വീകരിച്ചാചരിക്കുന്നതിലും ഇസ്ലാഹി പ്രസ്ഥാനം ഒട്ടേറെ സഹാബികളുടെ ധാരണകളെയും അഭിപ്രായങ്ങളെയും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് നമ്മൾ വലിച്ചെറിയല്? നമ്മള് ബിരിയാണി കഴിച്ചാൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് കൈ തുടച്ചാൽ ആ പേപ്പർ നമ്മൾ വലിച്ചെറിയും, അല്ലേ? ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം കുടിച്ചാല് അത് നമ്മൾ വലിച്ചെറിയും. എന്തുകൊണ്ടാ? അത് ഉപയോഗശൂന്യമാണ്. അതേസമയത്ത് സാധാരണ ഗ്ലാസ്സിൽ ചായ കുടിച്ചാല് നമ്മളത് വലിച്ചെറിയില്ല. അത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കഴുകി വൃത്തിയായി നമ്മൾ സെൽഫിൽ സൂക്ഷിക്കും. എന്തുകൊണ്ടാ? അത് ഉപയോഗപ്രദമാണ്. എന്നാൽ സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനം വലിച്ചെറിഞ്ഞ ധാരാളം തെളിവുകളുണ്ട് എന്ന് ആരാ രേഖപ്പെടുത്തുന്നത്? ഇത് മടവൂർ വിഭാഗത്തിന്റെ ലേഖനമാണെങ്കിലും ഇത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മൊത്തം കാഴ്ചപ്പാടായിട്ടാണ് അവർ വിശദീകരിച്ചത്. നിഷേധിക്കാൻ സാധിക്കുമോ? അല്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിരുന്ന കാഴ്ചപ്പാടെന്താ? ഞാൻ ഈ സദസ്സിനോട് ചോദിക്കട്ടെ, നിഷ്പക്ഷമായിട്ട്. പിഴക്കാട്ടിരിയിലെ സാധുക്കളായ പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകളോട് എനിക്ക് ചോദിക്കാനുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം എന്താ? ഈസാ നബി അലൈഹിസ്സലാം മരിച്ചു മരിച്ചിട്ടില്ല എന്നല്ലേ? അല്ലേ? സാധാരണക്കാർ തലകുത്തി കുലുക്കി പറയുന്നു മരിച്ചിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാമിനെ അവര് തീർച്ചയായും വധിച്ചിട്ടില്ല. മറിച്ചെന്താ സംഭവിച്ചത്? ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല 2ാം ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. അല്ലേ? ഖുർആൻ പറഞ്ഞ കാര്യം അതിന്റെ വിശദീകരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ സംഗതികളല്ലേ? എന്നാൽ മുജാഹിദ് വിഭാഗത്തിന്റെ കാഴ്ചപ്പാടെന്താ? ഇവരിപ്പോ ഇവിടെ പ്രസംഗിച്ച ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരാണെന്നാ പറഞ്ഞത്, അല്ലേ? സുന്നത്ത് ജമാഅത്ത് ഫൈസൽ മുസ്ലിയാർ പ്രസംഗിക്കുന്നല്ല പറഞ്ഞത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു. ഈസാ നബി അലൈഹി ഇസ്ലാം മരിച്ചിട്ടില്ല. ഈസാ നബി അലൈഹി ഇസ്ലാം ഉടലോടെ ജീവനോടെ 2ാം ആകാശത്തിൽ ഉണ്ട്, അധിവസിക്കുന്നുണ്ട്, നിവസിക്കുന്നുണ്ട്, ജീവനോടെ ഇരിക്കുന്നുണ്ട്. ഇതിലാർക്കാ തർക്കമുള്ളത്? ഈ നാട്ടുകാർക്ക് തർക്കമുണ്ടോ? അയൽ നാട്ടുകാർക്ക് തർക്കമുണ്ടോ? ഇവർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർക്ക് തർക്കമുണ്ടോ? ഇല്ല. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടെന്താ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട്? കേരള നേതൃത്വത്തിൽ മുജാഹിദിൽ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ, ആരോപണങ്ങളും മറുപടിയും എന്ന ഈ പുസ്തകത്തിന്റെ 18ാമത്തെ പേജ് ഞാനൊന്ന് വായിച്ചു തരാം. മുജാഹിദ് പ്രസ്ഥാനം എന്താ പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനം പറയാണ്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വിവിധ അഭിപ്രായക്കാരായിരുന്നു. ഒരു വിഭാഗം അദ്ദേഹം മരണപ്പെട്ടിട്ടില്ലെന്നും വീണ്ടും ഭൂമിയിൽ നിയോഗിക്കപ്പെടുമെന്നും വിശ്വസിക്കുന്നു. മറ്റൊരു വിഭാഗം അദ്ദേഹം മരണപ്പെട്ടുവെന്നും ഭൂമിയിൽ തിരിച്ചുവരുന്ന പ്രശ്നമില്ലെന്നും വാദിക്കുന്നു. എന്നിട്ട് പറയാ, മർഹൂം പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി, കൂട്ടായി അബ്ദുള്ള ഹാജി, അലി അക്ബർ മൗലവി,
എന്നൊക്കെ ഫൈസൽ മൗലവി എന്നൊക്കെ പറഞ്ഞമാർക്കത്തെ ഓരോ മൗലവിമാരാണ്, പഴയകാല മൗലവിമാരാ. ആ മൗലവിമാരെ പറ്റി പറയാം. മുതലായവർ രണ്ടാമത്തെ അഭിപ്രായക്കാരാണ്. വേറൊരു വിഭാഗം ഈസാ നബി അലൈഹി സ്വലാം മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊരു അടിസ്ഥാന പ്രശ്നമല്ല എന്ന് അഭിപ്രായപ്പെടുന്നവരായിരുന്നു. നമ്മുടെ മാസികയായ അൽമനാറിൽ തന്നെ എഴുതുന്നു. എന്താ എഴുതിയത്? ഈസാ നബി അലൈഹി സ്വലാം മരിച്ചിരിക്കുന്നുവെന്നോ മരിച്ചിട്ടില്ലെന്നോ ഖുർആനിൽ ഖണ്ഡിതമായി എവിടെയും പ്രസ്താവിച്ചിട്ടില്ല എന്ന് ഖണ്ഡന ഭയമന്യേ പറയാവുന്നതാണ്. അതിനൊരു തീരുമാനം കണ്ടെത്തി നിർബന്ധമാക്കി വിധിക്കുകയോ ആ തീരുമാനം വിശ്വാസ പ്രമാണമായി സ്വീകരിക്കുവാൻ നിർദ്ദേശിക്കുകയോ ഖുർആൻ ചെയ്തിട്ടുമില്ല. എന്താ ഇവരുടെ വാദം? ചിലര് പറയണം മരിച്ചു, ചില ആൾക്കാർ മരിച്ചിട്ടില്ല. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നല്ലൊരു ശതമാനം ആളുകളും പറഞ്ഞ് പഠിപ്പിച്ചതെന്താ? ഈസാ നബി മരിച്ചിട്ടില്ല. ഒരു സാമ്പിളിന് വേണ്ടിയാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ രൂപത്തിൽ എന്റെ സഹോദരങ്ങളെ, ഇവരുടെ വാദങ്ങൾ വിശുദ്ധ ഖുർആനിനെ അട്ടിമറിക്കുന്ന വാദങ്ങൾ, സ്വഹാബത്തിനെ തള്ളിപ്പറയുന്ന വാദങ്ങൾ, ഇതിന്റെ ഏതാനും ചില സാമ്പിളുകളും ഉദ്ധരണികളുമാണ് ഞാൻ വായിച്ചത്. ഇനി ഇതിനല്ലേ മറുപടി പറയേണ്ടത്? അപ്പൊ ഇതിന് മറുപടി പറയാൻ കഴിയൂല. അപ്പൊ ഇതിന് മറുപടി പറയാതെ വേറെന്തൊക്കെയോ പുലമ്പി തങ്ങളുടെ അനുയായികളെ പിടിച്ചു നിർത്താനുള്ള ചില തട്ടിപ്പും വെട്ടിപ്പും നടത്തി പ്രസംഗിച്ചു പോകുക, ആ രീതി കൊണ്ട് എന്താ ഉപകാരം? നിഷ്പക്ഷകരായ ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അതിലൊന്നും എന്താ കാര്യം? അപ്പൊ അതാ പറയുന്നത്, നിങ്ങളെ മുന്നിലിരുത്തിക്കൊണ്ട് ഇദ്ദേഹവും ഞങ്ങളും തമ്മിൽ ഒരു സംവാദം നടക്കട്ടെ. അതല്ലേ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്? അതിലെന്തിനാ പേടിക്കുന്നത്? എന്തിനാ ഭയക്കുന്നത്? എന്താ നിങ്ങളെ കാലിന്റെ മുട്ട് വറക്കുന്നത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ പറഞ്ഞത് എന്താ? ഇവിടെ പറഞ്ഞു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞ ആ സഹായത്തേട്ടത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു സഹായത്തേട്ടമുണ്ട്. ആ സഹായത്തേട്ടം ശിർക്കാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതെന്തിനാ അയാൾ അങ്ങനെ പറഞ്ഞത് എന്നറിയോ? ഞങ്ങൾ ചോദിച്ചു, നിങ്ങളേതാ ആൾക്കാർ? ജിന്നിനോടുള്ള സഹായത്തേട്ടം അഥവാ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥന, ജിന്നിനോടുള്ള സഹായത്തേട്ടം അഥവാ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥന, ആ പ്രാർത്ഥന ശിർക്കല്ല, അത് വസീലത്തുൻ ഇല ശിർക്കാണ് എന്നല്ലേ നിങ്ങളെ വാദം? അപ്പോ അയാൾ നടത്തിയ മുഖാമുഖത്തിൽ ഒരാൾ ചോദിച്ചപ്പോ ഞങ്ങൾക്ക് അങ്ങനെ വാദമല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. അപ്പൊ ചോദിച്ച ആള് പറഞ്ഞു, എന്നാൽ ഞാനത് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ പോന്നു. അയാൾ നല്ലൊരു മാന്യനായ വ്യക്തി എന്ന നിലയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ അതാണ് വായിച്ചു കൊടുത്തു. നിങ്ങൾക്കങ്ങനെ വാദമുണ്ട്, നിങ്ങളുടെ സ്വന്തം മാസികയായ ഇസ്ലാഹ് മാസികയിൽ അക്കാര്യം തുറന്ന് പല സ്ഥലത്തും നിങ്ങൾ വാദിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഈ ഇസ്ലാഹ് മാസിക എടുത്തത് വായിച്ചു കൊടുത്തു. ഇതിന്റെ 35ാമത്തെ ഇതേതാ ഇസ്ലാഹ് മാസിക? ഏപ്രിൽ 2013 ഇവരുടെ സ്വന്തം പ്രസിദ്ധീകരണമായ ഇസ്ലാഹ് മാസിക. ആ ഇസ്ലാഹ് മാസികയുടെ 35ാമത്തെ പേജ് ഞങ്ങളവിടെ വായിച്ചു കൊടുത്തു. എന്താ? ജിന്നിനോട് സഹായ ചോദ്യത്തിൽ ശിർക്കാകുന്നതും അല്ലാത്തതും ഉണ്ട് എന്നത് ഒരു പുത്തൻ വാദമാണെന്ന രീതിയിലുള്ള മറുപക്ഷത്തിന്റെ പ്രചാരണത്തെ തകർത്തെറിയുന്നതായിരുന്നു ബാക്കിയുള്ള സംസാരം. ഇത് സക്കരിയ സലാഹി കണ്ടെത്തിയ ഒരു പുതിയ വാദമല്ലെന്നും സലഫി ലോകത്ത് വിശ്രുതരായ സർവ പണ്ഡിതരും ഈ അഭിപ്രായക്കാരാണ് എന്നും അദ്ദേഹം സമർത്ഥിച്ചു. അദ്ദേഹം എന്ന് പറഞ്ഞ ഈ ഫൈസൽ മൗലവിനെ പറ്റിയാ പറയുന്നത് കേട്ടോ. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസ്, അൽബാനി, ബക്കർ ഇബ്നു സയ്യിദ്, സാലിഹ് ഫൗസാൻ, അബ്ദുല്ലാ ഉദിയാൻ, ആലു ഷെയ്ഖ് അബ്ദുല്ലാ അൽ ഫഖീഹ്, താരീഖ് ഈസ, ഹമൂദ് നജ്ദി, ഇതൊക്കെ വലിയ സഹാബികളെ, അൻസാരികളും മുഹാജിരികളായ സഹാബത്തിന്റെയോ മദ്ഹബിന്റെ ഇമാമികളെ പേരാണെന്നൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ ഇന്നും ഇന്നലെയും സൗദിയിലും ലബനാനിലൊക്കെ ജീവിച്ച് ഇപ്പോഴുള്ള ഏതാനും മൗലവിമാരെ പേരാ. ഞങ്ങളൊന്ന് ചോദിച്ചു, ഇന്ന് ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ഈ മൗലവിമാരല്ലാതെ ഇമാമിയങ്ങൾ ആരെങ്കിലും, സഹാബത്ത് ആരെങ്കിലും, താബിഈങ്ങൾ ആരെങ്കിലും ജിന്നിനോട് സഹായം ചോദിക്കല് വസീലത്തുൻ ഇല ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തേ കഴിഞ്ഞ പ്രസംഗത്തിൽ അതിന് മറുപടി പറയാതിരുന്നത്?
അതിന് ഉസൈമീനും ഇബ്നു ബാസ് അങ്ങനത്തെ സലഫി ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. ആരായി ഉസൈമീന്, ആരാ ഇബ്നു ബാസ്? നിങ്ങളെ പോലത്തെ ഓരോ മൗലവിമാരെന്നല്ലാതെ ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, സഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ, ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് എന്ത് മറുപടി ഇല്ലാതിരുന്നത്? ഈ കള്ളവാദം, ഈ പുത്തൽവാദം, ഇതല്ലേ നിങ്ങളുടെ കുരുപ്പുശീറ്റ്? ഈ കള്ളവാദം, ഈ പുത്തൽവാദം, ഇത് ചുമത്തിയത് കൊണ്ടല്ലേ മുജാഹിദിൽ നിന്ന് നിങ്ങളെ ചവിട്ടി പുറത്താക്കിയത്? അല്ലേ? എന്തേ ഞങ്ങളുടെ അന്നത്തെ ആ ചോദ്യത്തിന് എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല? അത് ഇബ്നു ബാസ്, ഉസൈമീൻ പോലത്തെ സലഫി ലോകത്തെ വലിയ പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. ആരാ ഇബ്നു ബാസ്? ഇബ്നു ബാസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്നലെ മിന്നാമ മരിച്ച ആളല്ലേ, അയാളാ ഇസ്ലാമിന് തെളിവ്? ഉസൈമീൻ എന്ന് പറഞ്ഞാൽ മിന്നാമോ നാലാമോ സൗദിയിൽ മരിച്ചുപോയ ഒരാളല്ലേ, അയാളാ ഇസ്ലാമിന് തെളിവ്? ഞങ്ങളുടെ ചോദ്യം എന്താണ്? നിങ്ങളുടെ ഈ വാദത്തിന് തെളിവെവിടെ? നിങ്ങൾ മഹാന്മാരോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് പറയുന്ന നിങ്ങൾ ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന് പറയുന്നവരല്ലേ? ഹയ്യും ഹാദും ഖാദിറുമാകുമ്പോ എന്നിട്ടത് വസീലത്തിനിലെ ശിർക്ക് എന്ന ഹറാമ് എന്ന് പറയുന്നവരല്ലേ? ആരാണത് പറഞ്ഞത്? നിങ്ങളല്ലാതെ ലോകത്താര് പറഞ്ഞു? എന്തേ ആ ചോദ്യത്തിന് മറുപടി ഇല്ലാതിരുന്നത്? ഞാൻ എന്റെ പ്രിയപ്പെട്ട നല്ല ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ വീക്ഷിക്കുന്ന മുജാഹിദിന്റെ പ്രവർത്തകരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അകലെ നിന്നോ അടുത്തുനിന്നോ അത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ചോദിക്കണ്ടേ? മൗലവിയോടും ചോദിക്കണ്ടേ? അല്ല, നമ്മൾ ഇസ്ലാഹി മാസികയിൽ എഴുതിയ ഈ വാദം ഏതെങ്കിലും ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് മുസ്ലിയാക്കന്മാര് ചോദിച്ചല്ല അവരുടെ സ്റ്റേജിൽ നിന്ന്. എന്തേ കഴിഞ്ഞ തവണ നമ്മൾ മറുപടി പറഞ്ഞപ്പോ അതിന് മറുപടി കൊടുത്തില്ല? ഒന്ന് ചോദിച്ചൂടെ? അല്ല, നല്ല ഭാഷയില്, സ്നേഹത്തിന്റെ ഭാഷയില് ആദരവൊക്കെ കൊടുത്തുകൊണ്ട് സർ ഒന്ന് ചോദിച്ചൂടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം മുട്ടിന്ന് കണ്ടപ്പോ അയാൾ പിന്നെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിച്ച് അതിനുള്ള ഏർപ്പാടുണ്ട്. അതെന്താ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന ആ സഹായത്തേട്ടത്തിൽ എന്താണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേതാ? ആ ഉദ്ദേശം ഏതാ? ആ ഉദ്ദേശം കൊണ്ട് പറ. ഇവിടെ പുഴക്കാട്ടിൽ വന്നുകൊണ്ട് പ്രസംഗിച്ച ആ മനുഷ്യൻ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നതിൽ പറഞ്ഞ ആ സഹായത്തേട്ടം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ശിർക്കാണ്. ഏതാണ് ആ ഉദ്ദേശം? കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറം അഭൗതികം എന്ന്, അദൃശ്യം. ഭാഷ ഒന്നുകൂടി മാറ്റിപ്പറഞ്ഞാൽ അദൃശ്യം, ഒന്നുകൂടി മാറ്റിപ്പറഞ്ഞാൽ അഭൗതികം, ഒന്നുകൂടി മാറ്റിപ്പറഞ്ഞാൽ കഴിവിനതീതം, ഒന്നുകൂടി മാറ്റിപ്പറഞ്ഞാൽ മനുഷ്യ കഴിവിനപ്പുറം, ഒന്നുകൂടി മാറ്റിപ്പറഞ്ഞാൽ സൃഷ്ടി കഴിവിനപ്പുറം, ഒന്നുകൂടി മാറ്റിപ്പറഞ്ഞാൽ അസാധാരണം. ഇതാണ് അതിന്റെ ഉദ്ദേശ്യം എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു പ്രവാചകൻ പറഞ്ഞോ? ഉണ്ടെങ്കിൽ കാണിച്ചു. ഏതെങ്കിലും ഒരു ഹദീസിന്റെ തുണ്ടത്തിലുണ്ടോ? ഇന്നലെ ഇടക്കളത്ത് വെച്ചുകൊണ്ട് മുജാഹിദുകളുടെ ചോദ്യത്തിൽപ്പെട്ടൊരു ചോദ്യമായിരുന്നു, ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മറഞ്ഞ മാർഗത്തിലുള്ള സഹായത്തേട്ടം എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് ആ സഹോദരൻ ചോദ്യത്തിൽ പറഞ്ഞു. ഞാൻ വളരെ ലളിതമായിട്ട് ഇവിടുത്തെ മുജാഹിദിന്റെ ഏതെങ്കിലും ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ചോദിക്കാം, സുഹൃത്തെ, സഹോദരൻ, അതാണ് അതിന്റെ ഉദ്ദേശ്യം എന്ന് ലോകത്ത് നിങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പൂർവികനായ ഇമാമോ അല്ലെങ്കിൽ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്തോ ഹദീസിന്റെ ഒരു കഷ്ണമോ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇന്നലെ ചോദിക്കാൻ വേണ്ടി വന്ന ആ സഹോദരനോട് ചോദിച്ചു, ഒരു ഇബാറത്ത് പോട്ടെ, ഒരു അരവാചകം അതുമില്ലെങ്കിൽ 99 മുക്കാൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു തുണ്ടം തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുമോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ ആ സഹോദരന്റെ ചോദ്യം അവസാനിപ്പിച്ച് അയാൾക്ക് എഴുന്നേറ്റുപോയി. എന്തുകൊണ്ടാണ് ഈ ആശയപരമായ പാപ്പനത്തിലേക്ക് ഇവർ പോയത്? എന്നിട്ട് പറയാ, അള്ളാഹുവിനോട് മാത്രം തേടേണ്ടുന്ന തേട്ടങ്ങൾ അതാണ് സുന്നിയാള് മഹാന്മാരോട് ചെയ്യുന്നത്. ആഹാ,
അങ്ങനെ ഒരു കളവ് പറഞ്ഞുണ്ടാക്കിയിട്ട് അനുയായികളെ പറഞ്ഞ് പറ്റിക്കുക, വിശ്വസിപ്പിക്കുക. അല്ലാഹുവിനോട് മാത്രം തേടേണ്ടുന്ന ഒരു തേട്ടം, ഏതെങ്കിലും ഒരു തേട്ടം ഒരു സുന്നി അല്ലെങ്കിൽ ഒരു മുസ്ലിം മഹാന്മാരോട് നടത്തിയിട്ടുണ്ട്. നിങ്ങളങ്ങോട്ട് വാദിച്ചിട്ട് ഒരു ആടിനെ പിടിച്ചിട്ട് ഒരു പേപ്പറ്റി പിടിച്ചിട്ട് ആടിന്റെ തോലണിയിപ്പിച്ചിട്ട് ഇത് ആടാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്നതുപോലെ ഒരു ആടിനെ പിടിച്ചിട്ട് പേപ്പറ്റിയുടെ തോല അണിയിപ്പിച്ചുകൊണ്ട് ഇത് പേപ്പറ്റിയാന്ന് പറയാൻ പറ്റുമോ? അതും പറ്റില്ല. ആടിനെ പിടിച്ചുകൊണ്ട് പേപ്പറ്റിയാക്കിക്കൊണ്ട് തല്ലിക്കൊല്ലുന്ന ഏർപ്പാടല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഇല്ലേ? അങ്ങനൊന്നുണ്ടോ? അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ടുന്ന ഒരു തേട്ടമാണ് സുന്നിയാള് മഹാന്മാരോട് ചെയ്യുന്നത്. അതുകൊണ്ട് സുന്നിയാള് കാഫിരീങ്ങളാണ്, മുശ്രിക്കീങ്ങളാണ്. ഇവരുടെ മുഖാമുഖ പ്രഹസനത്തിൽ നമ്മുടെ പ്രവർത്തകന്മാർ, ചെറുപ്പക്കാരായ പ്രവർത്തകന്മാർ ഇവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങള് എന്തിനാണ് ഈ സുന്നികളെ മുശ്രിക്കീങ്ങളാക്കുന്നത്? അപ്പൊ ഇവർ പറഞ്ഞു, ഞങ്ങൾ മുശ്രിക്കാക്കുന്നില്ല, അവര് ശിർക്ക് ചെയ്യുന്നു, പക്ഷെ മുശ്രിക്കല്ല. ഏതുപോലെ ഒരാള് താടി വലിച്ചതുകൊണ്ട് ബാർബറാവൂലല്ലോ. ബാർബറാവണമെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിലിരിക്കണ്ടേ? അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു ബാർബർ എന്നുള്ളത് ഒരു തൊഴിലിന്റെ പേരാണ്, മുശ്രിക്ക് എന്നുള്ളത് ഒരു തൊഴിലാണോ? ഒരു തൊഴിലാകുമ്പോൾ മാത്രമേ മുശ്രിക്കാകുകയുള്ളൂ എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കഴിഞ്ഞ തവണ ഈ പഴക്കാതിരി അങ്ങാടിയിലെ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മൾ ചോദിച്ചു. ഈ പ്രാവശ്യം വന്നപ്പോ മൂപ്പർക്ക് ആട്ടമുട്ടി. ഗണ്ണനമാണെങ്കിൽ സഹോദര മറുപടി പറയണ്ടേ? എന്തേ ഞങ്ങളുടെ ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല? പിന്നെ ഞങ്ങൾ ചോദിച്ചു. ഇവര് അന്ന് മുഖാമുഖ പ്രസനത്തിൽ പറഞ്ഞു, ഞങ്ങളാരും കാഫിറാക്കിയിട്ടില്ല. ആ സമയത്ത് അവരുടെ ഇസ്ലാഹ് മാസിക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാഫിറാക്കിയിട്ടുണ്ട്. ഇതാ നിങ്ങളുടെ ഇസ്ലാഹ് മാസിക. ഈ ഇസ്ലാഹ് മാസികയുടെ 2013 ഡിസംബർ ലക്കത്തിന്റെ 40ാമത്തെ പേജിൽ ഇസ്ലാമിക സമൂഹത്തെ നിങ്ങൾ കാഫിറെന്ന് അഭിസംബോധനം ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി ഞങ്ങളോട് വായിച്ചു. അതിന്റെ ഇടയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്. ബക്കറ്റ് പിരിവിന് വേണ്ടി നമ്മുടെ പ്രവർത്തകന്മാര് വരുന്ന സന്ദർഭത്തിൽ നല്ല എല്ലാവരും വലിയ സംഖ്യ തന്നെ, നമുക്ക് ഇവരമായിരിക്കത്തെ ഈ കാശോ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. നമ്മൾ സാധുക്കളായ നമ്മളുടെ കഴിവിൽപ്പെട്ട ഒരു സംഖ്യ ബക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് പ്രത്യേകമായി. അപ്പോ ഞങ്ങളന്ന് വായിച്ചു. എന്താ ഇതിലവർ പറഞ്ഞത്? ഇതിന്റെ 40ാമത്തെ പേജിൽ പറയാ, യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ അല്ലാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഅ്മിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മുഹ്യിദ്ദീൻ ശൈഖേ എന്ന് രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ലെന്ന് മാത്രമല്ല, അവൻ അതുമൂലം കാഫിറായി പോകും. ഇത് നിങ്ങൾ എഴുതിയതല്ലേ? ഞങ്ങളിത് കഴിഞ്ഞ തവണ വായിച്ചു. എന്താണ് അയാൾ മറുപടി പറയാതിരുന്നത്? ഇനി ഈ വായിച്ചതിലോ ഞാൻ പറഞ്ഞതിലോ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഇവിടത്തെ വേദിയിലുള്ള ഉസ്താദുമാരുടെ സമ്മതപ്രകാരം അവിടെ അകലെ നിന്നോ അടുത്തു നിന്നോ വീക്ഷിക്കുന്ന ഏതെങ്കിലും മുജാഹിദ് സഹോദരനുണ്ടെങ്കിൽ നേരെ കടന്നു വരാം. വലിയരെ, ആ പ്രസംഗിച്ചതിൽ പറഞ്ഞ കാര്യം തെറ്റാണ്. കഴിഞ്ഞ തവണ നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ കാര്യം തെറ്റാണ്. വസ്തുത ഇങ്ങനെയല്ലേ എന്ന് നിങ്ങൾക്കിതാ ചോദിക്കാനുള്ള തുറന്ന അവസരം കൂടി ഞങ്ങൾ തരികയാണ്. പ്രശ്നമല്ല, ഞാൻ എന്റെ പ്രസംഗം നിർത്തും, മറുപടി നിങ്ങൾക്ക് ലഭിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അന്ന് ഞങ്ങളുടെ പ്രസംഗത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഒരുപാട് പ്രമാണങ്ങൾ പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിൽ വെട്ട പ്രസക്തമായ ഒരു പ്രമാണം കൂടി ഞാനിവിടെ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ പ്രസംഗങ്ങളിലും പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ മറുപടി എന്ന പേരിൽ ദിവസങ്ങൾക്ക് ശേഷം, ആഴ്ചകൾക്ക് ശേഷം കടന്നുവരുന്ന ആ മനുഷ്യന് പക്ഷേ അതിനെക്കുറിച്ചൊരു കാമ പറയാൻ കഴിയുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. ഏതാണ്? മഹാനായ ഇമാം അബൂ അയ്യൂബ് അൽ അൻസാരി, അൻസാരികളുടെ തലവനായ സഹാബി റളിയല്ലാഹു അൻഹു. ആ സഹാബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വഫാത്തിനു ശേഷം, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തിനു ശേഷം മദീനയുടെ ഭരണസാരഥ്യം ദുഷ്ടനായ മർവാൻ ഇബ്നുൽ ഹകം എന്നയാൾ ഭരണം നടത്തുന്ന ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ കാര്യം അനർഹരായ ഭരണാധികാരികൾ കൈയാളുന്നുവല്ലോ എന്ന ആ സങ്കടം സഹിക്കവയ്യാതെ മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പുന്നാര നബിയുടെ ഖബറിൽ ചെന്നുകൊണ്ട് അവിടുത്തെ കബറിനെ അതാ ആ ഖബറിനോട് ചേർത്ത് പിടിപ്പിക്കുകയാണ്. ആ സമയത്ത് പിന്നിൽ മർവാൻ ഇബ്നുൽ ഹകം വന്നുകൊണ്ട് പിന്നിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അറിയും, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ സമയത്ത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ പറഞ്ഞ മറുപടി? ഈ കേരളത്തിലുള്ള സകലമാന മുജാഹിദുകളുമെന്ന് ആലോചിക്കണേ. തെറ്റിദ്ധരിച്ചുപോയ വല്ല മുജാഹിദിന്റെ പ്രവർത്തകന്മാരുമുണ്ടെങ്കിലൊന്ന് ചിന്തിക്കണേ. ഇത് നിങ്ങളുടെ മൗലവിമാരോട് പ്രസംഗത്തിന്റെ മുമ്പോ ശേഷമോ ഇടയിലോ ഒന്ന് ചോദിക്കണേ. അതല്ലെങ്കിൽ ടെലിഫോണിലൂടെ ഒന്ന് ബന്ധപ്പെടണേ. എന്താണ് അബൂ അയ്യൂബ് അൽ അൻസാരി പറഞ്ഞത്? റളിയല്ലാഹു അൻഹു, ജിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലം ആതിൽ ഹജറാ. ഞാൻ ഈ കാണുന്ന ഈ ഖബറിലേക്ക് വന്നത് ഖബറിന്റെ മുകളിലുള്ള കല്ലിലേക്കല്ല ഞാൻ വന്നിട്ടുള്ളത്. അവിടുത്തെ കവലിനെ ആ ഖബറിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അബൂ അയ്യൂബ് അൽ അൻസാരി നിൽക്കുന്നത്. എന്നിട്ട് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടാ, വലം ആതിൽ ഹജറാ, ഞാൻ ഈ കല്ലിലേക്കല്ല വന്നത്, മറിച്ച് വലാകിൻ ജിഅ്തു റസൂലല്ലാഹ്, ഞാൻ ആ കടക്കുന്ന റസൂലിലേക്കാണ് വന്നത്. ഇത് ശിർക്ക. എന്നിട്ട് എന്തുകൊണ്ടതിന്റെ കാരണം കൂടി പറയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തബ്കൂ അലദ്ദീനി ഇദാ വലിയഹു അഹ്ലുഹു വലാകിൻ ബകൂ അലൈഹി ഇദാ വലിയഹു ഗൈറു അഹ്ലി. എന്താ പറഞ്ഞത്? ദീനിനെ അനർഹരായ ആളുകളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കരഞ്ഞുകൊള്ളുക. അല്ല, അർഹരാണോ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കരയണ്ട. അപ്പൊ ആ വിഷമത്തിലാണ് മർവാൻ ഇബ്നുൽ ഹകം എന്ന ദുഷ്ടനായ ഭരണാധികാരിയുടെ ഭരണസാരഥ്യത്തിൽ വിഷമിച്ചുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രതികരണം. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ? അല്ല, ആ ഹദീസിനെ പറ്റി വല്ല സംശയം ഇപ്പൊ ചോദിച്ചോളൂ. ഉസ്താദെ, അല്ലെ മുസ്ലിയാരെ, അല്ലെ മൗലവി, എന്തു നിങ്ങൾക്ക് വിളിക്കാം. ആ ഹദീസിൽ വല്ല കുഴപ്പമുണ്ടോ, തകരാറുണ്ടോ പറഞ്ഞോളൂ. രണ്ടാമതായിട്ട് അപ്പൊ അതിനെപ്പറ്റി ഒന്നും ഉണ്ടാക്കല്ല. അബൂ അയ്യൂബ് അൽ അൻസാരി അങ്ങനെ കബറിങ്ങ പോയാലും ഞങ്ങൾക്ക് ശിർക്ക് തന്നെയാണ്. അതപ്പോ ആകെ പ്രസംഗത്തിന്റെ ടോട്ടൽ എന്താ? അബൂ അയ്യൂബ് അൽ അൻസാരി കബറിങ്ങ പോയാലും ഞങ്ങൾക്ക് ശിർക്ക് തന്നെയാണ്. രണ്ടാമതായി ഞങ്ങൾ പറഞ്ഞിരുന്നു, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ആഖിറുസ്സമാനിൽ ഇവിടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനു ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിലേക്ക് ചെന്നിട്ട്, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയേ എന്നിങ്ങനെ റസൂലിനെ വിളിക്കുമ്പോൾ ഞാൻ ആ ഈസാ നബിക്ക് മറുപടി നൽകുക തന്നെ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ആരാ ഉദ്ധരിച്ചത്? ഇമാം അബൂ യഅ്ല റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസല്ലേ? ഈ ഹദീസ് സ്വീകാര്യമായ ഹദീസല്ലേ? അത് ശിർക്കാ? അത് ശിർക്കാണോ? ഈ ഹദീസിനെ പറ്റി നിങ്ങൾ എന്താ പറയാ? അത് ശിയാക്കൾ ഹദീസാണോ പറയാ? അല്ലെങ്കിൽ അത് മുഅ്ജിസത്താണ് അതുകൊണ്ട് ശിർക്കല്ലാന്നോ? അപ്പൊ മുഅ്ജിസത്താവുമ്പോ ശിർക്കാന്നാ? ഞങ്ങൾ കഴിഞ്ഞ തവണയിൽ പറഞ്ഞിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാര് ചോദിക്കുകയാണ്, നബിയേ അയ്യുനാ അസ്റഉ ബിക യുഹൂഖൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ ജീവിച്ചിരിപ്പുള്ള ഭാര്യമാരിൽ 9 ഭാര്യമാരിൽ ആരാണ് ആദ്യം മരിച്ചു പോകുക നബിയേ? ഭാവിയിൽ നടക്കാൻ പോകുന്ന വിഷയം.
മറഞ്ഞ കാര്യം, ആ മറഞ്ഞ കാര്യം അറിയാൻ വേണ്ടി റസൂലിനോട് അപേക്ഷിക്കുന്ന ഭാര്യമാർ മുശ്രിക്കീങ്ങളാണോ? നബിയുടെ ഭാര്യമാർ മുശ്രിക്കീങ്ങളാണോ? നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ കുഞ്ഞീദ് മൗലവി അയാളുടെ ഇസ്ലാമിന്റെ അടിത്തറ തൗഹീദ് എന്ന പുസ്തകത്തിൽ 3 സ്ഥലത്ത് എഴുതിയല്ലോ, പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ മഹാന്മാരെ സമീപിക്കല് ശിർക്കാണ് എന്ന് നിങ്ങൾ എഴുതി വെച്ചില്ലേ? എന്നാൽ ഈ ഭാര്യമാര് മുശ്രിക്കീങ്ങളാണോ? ആണോ? അതിന് അയാൾ പറഞ്ഞ മറുപടി, മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ അങ്ങനെ ചോദിക്കാം. ആഹാ, അപ്പൊ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ മറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാമല്ലേ? അതന്നെയല്ലേ ഞങ്ങളും പറയുന്നത്. മഹാന്മാരുടെ മുഅ്ജിസത്ത്, മഹാന്മാരുടെ കറാമത്ത്, ആ കറാമത്ത് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ചോദിക്കുന്നത് ശിർക്കല്ല. അവർ ഇലാഹും റബ്ബുമാണെന്ന വിശ്വാസമില്ലാതെ അവർ മഹാന്മാരാണെന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മുസ്ലിമീങ്ങളുടെ ചോദ്യത്തിൽ ശിർക്ക് വരുന്ന പ്രശ്നം ഇല്ല. ഇത് ഇവിടെ വന്നുകാണ് പറയാ, അത് മുഅ്ജിസത്തല്ലേ? അപ്പൊ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു മൊയ്നത്ത് റസൂലുള്ളാഹിക്ക് പറയാൻ കഴിയുമെന്ന് അറിയുന്ന ഭാര്യമാർ നബിയെ സമീപിച്ചുകൊണ്ട് നബിയോട് ഭാവി അറിയാൻ വേണ്ടി സമീപിച്ചത് ശിർക്കാണ് എന്ന നിങ്ങളുടെ വാദത്തെ അട്ടിമറിക്കുന്ന തെളിവ് ഞങ്ങളങ്ങനെ തന്നപ്പോ പ്രതികരിക്കാൻ കഴിയുന്നില്ല. പിന്നെയും ഞങ്ങൾ പറഞ്ഞു ഒരുപാട് തെളിവുകൾ. ആ കൂട്ടത്തിൽ ഞങ്ങളൊരു തെളിവ് പറഞ്ഞിരുന്നു. മഹാനായ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം മദീന വരൾച്ചയിലാണ്ടുപോയി. ഇന്നലെ ഉണ്ടായ സംഭവം കൂടി ഞാൻ പറയാം. ഇന്നലെ ഇടക്കുളത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ മുജാഹിദിന്റെ പ്രവർത്തകർ ഒന്ന് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഏതെങ്കിലും ഒരു സ്വഹാബി നബിയോട് വന്നിട്ട് സഹായം തേടിയ ഒരു സംഭവം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, ഞാൻ പറയാം, പക്ഷേ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം എനിക്ക് വാക്ക് തന്നു, അതെ ഞാൻ അംഗീകരിക്കും. ഞാൻ ഉടനെ കാര്യം പറഞ്ഞുകൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് മദീന ആകെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന കാലഘട്ടം. ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി എന്ന സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എന്ന് പറഞ്ഞ ഖബറിൽ വന്നിട്ട് നബിയോട് പറയാ, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഉമ്മത്തിന് വേണ്ടി മഴ ചോദിക്കണം നബിയേ. ഉമ്മത്തിനാകെ വിഷമത്തിലായിരിക്കുന്നു നബിയേ. ഞാൻ ഈ സംഭവ സഹോദരൻ പറഞ്ഞെടുത്തു. സംഭവത്തിന് ഒരു തകരാറുമില്ല. ആ സമയത്ത് ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാനത് അംഗീകരിക്കാൻ എനിക്ക് കുറച്ചും കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അന്വേഷിക്കണ്ട, ഇവിടെ തന്നെ കിതാബ് എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ മരണം വരെ അന്വേഷിച്ചൊരു പിടുത്തം കിട്ടാതെ ജീവിക്കണ്ട. ഇതാ കിതാബ്, ഉദ്ധരണി ഇതാ. ഇത് ഇമാം ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സഹീഹാണ്, ഇസ്നാദുഹു ഖവിയ്യുൻ സയ്യിദുൻ, മുന്തിയ ഹദീസാണ്, ബലപ്പെട്ട ഹദീസാണ് എന്ന് ഇമാമുകൾ വളരെ വ്യക്തമായി പറഞ്ഞ വിശദീകരിച്ച ഈ സംഭവം. ആ സംഭവം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോ മുജാഹിദ് പറയാം, ഓലങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും സംഗതി ശിർക്ക് തന്നെയാണെന്നുള്ള കയൽ നീച്ചോക. എന്താണ് ഇതിന് കാട്ടം? ഇമാമികളോ സഹാബത്ത് അങ്ങനെ ചെയ്യിച്ചു, അവരൊക്കെ ചെയ്തോട്ടെ, സംഗതി ശിർക്ക് തന്നെയാണ്. അപ്പോ ഇവിടെ പ്രസംഗിച്ച ആ മനുഷ്യൻ വല്ലാത്തൊരു നോണേട്ട ഈ പഴക്കാറ്റിൽ വന്നിട്ട്, പഴക്കാറ്റിക്കാര് കേട്ടിട്ടില്ല, പഴക്കാറ്റിക്കാരത് കേട്ടിട്ടില്ല. പക്ഷേ അവിടുന്ന് ഇറക്കുമതി ചെയ്യുന്ന പാവപ്പെട്ട മുജാഹിദുകളെ പറ്റിക്കുന്നൊരു കോലം എന്താ അറിയോ? ഇരുവേറ്റിന് സംഗതി ശരിയാണ്. ഇരുവേറ്റിന് 3-4 തവണ ഇയാളും ഞാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി എന്ന സഹാബിയാണ് അവിടെ സഹായം ചോദിച്ചത്. അത് ഫത്ഹുൽ ബാരിയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അയാൾ അവിടെ ചോദിച്ച അതേ ചോദ്യം, അതിനൊക്കെ വ്യക്തമായ മറുപടി അവിടെ ഇരുവേറ്റിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 15 ശേഷം പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ വരാതിരുന്നത്? നിങ്ങൾ SSLC ഒരു 10-20 ദിവസം കഴിഞ്ഞ് നടക്കുന്ന SSLC പരീക്ഷയുടെ പേര് പറഞ്ഞ് നിങ്ങൾ മുങ്ങിയില്ലേ? എന്നിട്ട് അതേ ചോദ്യം ഇപ്പൊ എക്കാറ്റിൽ ഒന്ന് ചോദിക്കാം. എന്താണെന്നറിയോ? ഫത്ഹുൽ ബാരിയിൽ അങ്ങനെ ഇല്ല. ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രബലമായ, ഏറ്റവും വിഖ്യാതമായ വ്യാഖ്യാന ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി.
ആ ഫത്ഹുൽ ബാരിയിൽ MT അബൂബക്കർ ദാരിമി പറഞ്ഞ കാര്യം ഇല്ല, അത് പച്ചക്കളവാണ് എന്ന് അവിടെയും പറഞ്ഞു, ഇവിടെ പോയക്കാട്ടിലും പറഞ്ഞു. ഞാൻ ആ കിതാബ് എടുക്കാം. അത് ഉണ്ടോ ഇല്ലയോ ഈ സ്റ്റേജ് മേലൊന്ന് പരിശോധിക്കാം, ഈ നാട്ടുകാർക്ക് പരിശോധിക്കാം. അതല്ലെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും മുജാഹിദിന്റെ ആളുകളെ അവർക്ക് പരിശോധിക്കാം. ഇവിടെ വലിയ പണ്ഡിതന്മാരും ആലിമീങ്ങളും ഫത്വക്ക് യോഗ്യരായ വലിയ പണ്ഡിതന്മാരിരിക്കുന്ന സദസ്സിലാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ആ പണ്ഡിതന്മാരെ തിരുത്തി തരൂ. കിതാബ് നമുക്ക് നോക്കാം. ഞാൻ എന്റെ മുജാഹിദിന്റെ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കടന്നു വന്നാൽ മതി. അവർക്കൊരു അനിഷ്ടം സംഭവിക്കൂല, ഒരു പോറലേൽക്കൂല. നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനിപ്പോൾ കിതാബ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ പയക്കാറ്റിൽ വന്നുകൊണ്ട് പറഞ്ഞതെന്താ? MT അബൂബക്കർ ദാരിമി, മുസ്തഫ അഷ്റഫി കക്കുപ്പടിയും പച്ച നുണയാണ് പറഞ്ഞത്. ഫത്ഹുൽ ബാരിയിൽ അങ്ങനെ ഇല്ല എന്നാണ് അയാൾ പറഞ്ഞത്. ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ഈ ജനാവലിയുടെ മുമ്പാകെ മാത്രമല്ല, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആയിരക്കണക്കായ ആളുകളുണ്ട്. അവര് അമേരിക്കയിലുണ്ട്, ചൈനയിലുണ്ട്, അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, പല നാടുകളിലുമുണ്ട്. അവരുടെയൊക്കെ മുമ്പാകെ ഞാൻ ആ ഇബാറത്ത് വായിക്കാം. എന്താണ് സംഭവം? വറവാ ഇബ്നു അബീ ശൈബ. ഇത് കമ്പ്യൂട്ടറിൽ ഉള്ള മക്തബത്തു ഷാമില എന്ന ഗ്രന്ഥസമാഹാരത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതിൽ നിന്ന് ഫത്ഹുൽ ബാരി പുറത്തേക്കെടുത്തുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ ഓരോ പദങ്ങളും പദാനുപദം അർത്ഥം വെക്കും. ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ ഞാൻ ഈ പറഞ്ഞത് കളവാണോ അല്ലയോ എന്ന് ഇപ്പോൾ വിലയിരുത്തണം. എന്നിട്ടത് കുറിച്ചു വെക്കണം. ഇത് കളവാണ് എന്ന് ഈ പുഴക്കാട്ടിയുടെ ധന്യമായ മണൽ തരികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രസംഗിച്ച ആ മനുഷ്യന്റെ തൊലിക്കെട്ടി മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? വറവ ബിൻ അബീ ശൈബത ബിഇസ്നാദിൻ സഹീഹിൻ മിൻ റിവായത്തി അബീ സാലിഹിൻ അസ്സമ്മാൻ അൻ മാലിക് അദ്ദാരി. മാലിക് അദ്ദാരി എന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായ ആളെ തൊട്ട് അബൂ സാലിഹ് അസ്സമ്മാൻ എന്നവരുടെ റിപ്പോർട്ടിലൂടെ, പ്രബലമായ സനദിലൂടെ ഇമാം ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ്? അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു, അസാബന്നാസ കഹത്തും ഫീ സമനി ഉമറ. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ജനങ്ങൾക്ക് വരൾച്ച പിടിപെട്ടു. ഫജാഅ റജുലുൻ, ഒരു മനുഷ്യൻ വന്നു, ഇലാ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ ഖബറിലേക്ക് വന്നു. നബിന്റെ ഖബറിലേക്ക് വന്നാണ് നബിന്റെ ജീവിതകാലത്താണോ മരണശേഷമാണോ? വഫാത്തിന് ശേഷമല്ലേ? ഫഖാല, എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്തസ്ഖി ലി ഉമ്മതിക, അങ്ങ് ഉമ്മത്തിന് വേണ്ടി മഴ ചോദിക്കണം നബിയേ. ഫഇന്നഹും ഖദ് ഹലകു, കാരണം അവരെല്ലാവരും വലിയ ദുരിതത്തിലായിരിക്കുന്നു നബിയേ. ഫഉതിയ റജുലു ഫിൽ മനാം, അങ്ങനെ ആ മനുഷ്യൻ ഖബറിങ്കൽ വന്ന നബിയോട് സഹായം അഭ്യർത്ഥിച്ച ആ മനുഷ്യൻ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു. ഫഖീല, എന്നൊരു സ്വപ്നത്തിൽ ആ മനുഷ്യനോട് പറയപ്പെട്ടു. എന്ത് പറയപ്പെട്ടു? യഅതി ഉമറ, നീ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെല്ലണം. അൽ ഹദീസ് നീ മുഴുവനും പൂർത്തിയാക്കിക്കോ. ആരാണ് ആ മനുഷ്യൻ? ഇവിടെ രണ്ട് കാര്യം പറഞ്ഞത്. ഒന്ന്, വരൾച്ചയുണ്ടായപ്പോൾ നബിന്റെ ഖബറിലേക്ക് ഒരാൾ ചെന്നു. ആ ചെന്ന ആള് നബിയോട് സഹായം അപേക്ഷിച്ചു. അദ്ദേഹം പിന്നീട് സ്വപ്നം കണ്ടു. ആരാണ് അദ്ദേഹം? വഖദ്, അതാണ് ഇനി ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി വിശദീകരിക്കുക. വഖദ് റവാ സൈഫുൻ ഫിൽ ഫുതൂഹ്, സൈഫ് എന്ന ചരിത്ര പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഫുതൂഹ് എന്ന ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തു, അന്നല്ലദീ റഅൽ മനാമൽ മദ്കൂറ, ആ സ്വപ്നം കണ്ട ആ മനുഷ്യൻ, പ്രസ്തുത സ്വപ്നം കണ്ട ആ മനുഷ്യൻ, ഹുവ ബിലാൽ ബിനുൽ ഹാരിസിൽ മുസനി അഹദുസ് സഹാബ,
സഹാബികളിൽപ്പെട്ട ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി എന്ന സഹാബിയാണ്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഞാൻ പദാനുപദം ഈ അർത്ഥം വെച്ചത് തെറ്റാണ് എന്ന് പള്ളിക്കത്തെ ഖതീബ് എന്ന് പറയട്ടെ. ഞാൻ പദാനുപദം ഈ അർത്ഥം വെച്ചതിൽ തിരിമറിയുണ്ട് എന്ന് അബ്ദുൽ അസീസ് ഉസ്താദ് എന്ന് പറയട്ടെ. അതല്ലെങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന പ്രഗത്ഭരായ ആലിമീങ്ങളൊന്ന് പറയട്ടെ, ഒന്ന് പറയട്ടെ. ഞാൻ ഈ പറഞ്ഞത് നബിയുടെ ഖബറിൽ പോയതും പിന്നീട് സ്വപ്നം കണ്ടതും ബിലാൽ ഇബ്നുൽ ഹാരിസിൽ മുസനി എന്ന സ്വഹാബിയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഫതുഹുൽ ബാരിയിൽ മഹാനായ ഇമാം ഹാഫിദുൽ അസ്ഖലാനി ചെയ്യുന്നത് എന്ന് കൊലക്കാത്തിരി അങ്ങാടിയിൽ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എവിടെയാണ് കളവുള്ളത്? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതാ ഫതുഹുൽ ബാരി എന്ന ഗ്രന്ഥത്തിന്റെ 3-ാമത്തെ വാല്യം 495-ാമത്തെ പേജ് ഇവിടെ തുറന്നു വച്ചിരിക്കുന്നു. ഉണ്ടെങ്കിൽ വരട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് എനിക്ക് എഴുത്തു തന്നു, ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാമുണ്ടെങ്കിൽ അവർക്ക് വരാൻ കുഴപ്പമില്ല, അവസരം കൊടുത്തുകൊള്ളൂ എന്ന്. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഡിമാൻഡില്ല. നിങ്ങൾക്ക് ആർക്കും വന്ന് ചോദിക്കാം സഹോദരന്മാരെ. പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എന്തെല്ലാം തരികിടകളാണ് അദ്ദേഹം നടത്തിയത്. ഇവിടെ ഒന്നുകൊണ്ട് പറഞ്ഞു, മംഗലാപുരം സംവാദത്തിൽ ഞങ്ങൾ 10 തവണ ചോദ്യങ്ങൾ ചോദിച്ചു. ഒറ്റ ചോദ്യത്തിനും ഇയാൾക്ക് മറുപടിയില്ല. ഞങ്ങളോട് 1-ാമത്തെ തവണ ചോദ്യം ചോദിക്കാൻ ഇയാൾ മറന്നുപോയി. 2-ാമത്തെ തവണ ഒരു ചോദ്യം ചോദിച്ചു. എന്താ? ഫാത്തിഹ സൂറയിലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ ഹിദായത്താക്കണേ. ഈ പ്രാർത്ഥന മുഹ്യിദ്ദീൻ ശൈഖിനോട് നടത്താൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞു, ഹിദായത്ത് അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അത് ഹിദായത്ത് പടച്ചു തരിക എന്നാണ് ഉദ്ദേശ്യം. ഇനി ഒരാള് മുഹ്യിദ്ദീൻ ശൈഖേ എന്നെ ഹിദായത്താക്കണേ എന്ന് പറഞ്ഞു, എന്നാൽ അത് ഫാത്തിഹ സൂറയിലെ പടച്ച തമ്പുരാനോട് പറയുന്ന ആ അർത്ഥത്തിൽ അല്ല, മറിച്ച് അല്ലാഹു പടച്ചു തരുന്ന ഹിദായത്തിന്റെ സബബാവണേ എന്നേ അതിനർത്ഥമുള്ളൂ. കഴിഞ്ഞ തവണ ഞങ്ങളുടെ പ്രസംഗത്തിൽ ഞങ്ങളത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയോട് പറഞ്ഞു, എന്താ? ലിഅഹബലകി ഗുലാമൻ സക്കിയ്യാ. മറിയം ബീവിയെ, പരിശുദ്ധനായ ഒരു കുട്ടിയെ ഞാൻ തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മറിയം ബീവിയോട് പറഞ്ഞില്ലേ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം കുട്ടിനെ കൊടുക്കുന്ന ആളാ? ഒരാൾക്ക് കുട്ടിനുണ്ടാക്കി കൊടുക്കുന്നത് അള്ളയാണോ ജിബ്രീലാണോ? ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു ഞാനാണ്. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവാണ് കുട്ടിയെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് ഒരു മനുഷ്യന് കുട്ടിയെ പടച്ചു കൊടുക്കുന്നത് എന്ന അർത്ഥം. ജിബ്രീലാണ് കുട്ടിയെ കൊടുത്തത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതിന്റെ അർത്ഥം ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ ഒരു സബബാണ് എന്നർത്ഥം, അല്ലേ? അപ്പൊ ആ സബബ് എന്ന അർത്ഥത്തിലാണ് ഹിദായത്തിന്റെ പദം, ആ ഒരു സ്പെല്ലിംഗ് ഒരാൾ പറഞ്ഞതെങ്കിൽ ശിർക്കല്ല. 10 തവണ മംഗലാപുരം സംവാദത്തിൽ 10 തവണ ഞങ്ങളെ ചോദ്യം ചോദിച്ച് മുട്ടിക്കാൻ അവസരം ഉണ്ടായിട്ട് അവിടുന്ന് എന്തിയാ മുട്ടിക്കായിരുന്നത്? എന്നിട്ട് പൊയക്കാറ്റിയങ്ങാടിയിൽ ഒന്ന് പറയാ, കാഫിറായി പോകുന്ന വാദമാണത്. എം ടി ദാരിമി എന്ന് പറയുന്ന ഈ മനുഷ്യൻ അന്ന് മംഗലാപുരത്ത് വെച്ച് നടത്തിയത് കാഫിറായി പോകുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദമാണ് എന്ന് ഇവർ വെച്ച് പറയാം. എന്തേ അവിടുന്ന് ചോദിക്കാൻ കഴിയായിരുന്നത്? അന്ന് ഞങ്ങളെ മുമ്പിൽ ചോദിച്ചപ്പോൾ ഞങ്ങളതിന് വ്യക്തമായ ശക്തമായ വിശദീകരണത്തോടുകൂടിയുള്ള മറുപടി നൽകി. ഹിദായത്ത് പടച്ച തമ്പുരാനോട് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം അതിന്റെ സൃഷ്ടിപ്പാണ്. ഹിദായത്ത് നൽകണേ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാമിനോട് ജനങ്ങൾ പറഞ്ഞില്ലേ? റബ്ബനാ ലാ തുആഖിദ്നാ എന്ന പ്രാർത്ഥനയുടെ അതേ സ്പെല്ലിംഗ് ഖദർ അലൈഹിസ്സലാമിനോട് മൂസാ നബി പറഞ്ഞില്ലേ?
അല്ലാഹുവേ ഞങ്ങളെ ശുദ്ധീകരിക്കണേ എന്ന ആ ദുആയുടെ അതേ സ്പെല്ലിംഗ് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ് തഹ്ഹിർനി. ആ സ്പെല്ലിംഗിൽ യോജിപ്പുണ്ട് എന്നതുകൊണ്ട് അത് ശിർക്കാകുമോ? ആകുമോ? അപ്പൊ സ്പെല്ലിംഗിലുള്ള, വാക്കുകളിലുള്ള, അക്ഷരങ്ങളിലുള്ള യോജിപ്പ് നോക്കിയിട്ടല്ല ശിർക്ക് തീരുമാനിക്കേണ്ടത് എന്ന് കഴിഞ്ഞ തവണ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു. പക്ഷേ അതിനൊന്നും അദ്ദേഹത്തിന് മറുപടി ഇല്ലാത്ത മംഗലാപുരം സംവാദത്തിൽ എം ടി ദാരിമിയും അതുപോലുള്ള ആൾക്കാരും പറഞ്ഞത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദമാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഞങ്ങളെന്ന് പറഞ്ഞു, അല്ലാഹുവിനോട് ചോദിക്കുന്ന ഹിദായത്ത് അതിന്റെ സൃഷ്ടിപ്പാണ്. ആ ചോദ്യം ഒരു മുഹിയുദ്ദീൻ ശൈഖിനോടോ ഒരു റസൂലിനോടോ ഒരു ഉസ്താദിനോടോ ഒരു ദാവൂദ് നബിയോടോ ഒരു ഹദർ അലി ഇസ്ലാമിനോടോ ഒരു റസൂലുള്ളാഹിനോടോ ഒരാളും ചോദിക്കുന്നില്ല. പിന്നെ എന്താണുള്ളത്? അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങളെ ശുദ്ധീകരിക്കണേ എന്ന് സ്വഹാബത്ത് ആവശ്യപ്പെട്ടില്ലേ? നബിയെ അങ്ങയോട് തൗബ ചെയ്തു മടങ്ങുന്നു എന്ന് ആയിഷാ ബീവി പറഞ്ഞില്ലേ? ഖദർ നബിയെ എന്നെ പിടിച്ച് ശിക്ഷിക്കല്ലേ എന്ന് മൂസാ നബി പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു അഊദു ബി റസൂലില്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പറഞ്ഞില്ലേ? അത് ശിർക്കാ? അത് ശിർക്കാണോ അല്ലേ എന്ന് ഞങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല. എന്നിട്ട് അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മറുപടി പറഞ്ഞു പോയാ പോരാ. അന്ന് മംഗലാപുരം സംവാദത്തിൽ നിങ്ങളുടെ ചോദ്യത്തിന് 10 തവണ വിശദമായി വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ മറുപടി നൽകിയതിനെ കുറിച്ച് അന്നൊന്നും നേർക്കുനേരെ ഞങ്ങളെ മുമ്പിൽ പറയാൻ കഴിയാതെ നാടിലൂടെ അങ്ങനെ നടന്ന് പ്രസംഗിച്ച് നടക്കുക. അതുകൊണ്ടാണ് ഇവർക്ക് സംവാദത്തിന് വരാൻ പേടി. ഞങ്ങൾ ആവർത്തിക്കുന്നു, ഈ പ്രശ്നം തീരാൻ, ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിന് നിങ്ങൾ സന്നദ്ധത കാണിക്കണം. സംവാദം നടക്കട്ടെ. സംവാദം നടക്കുക എന്ന് പറഞ്ഞാൽ ഫൈസൽ മൗലവിനെ ആരും പോയി തല്ലൊന്നുമില്ല. ഫൈസൽ മൗലവിന്റെ ജീവൻ ഒരു പ്രശ്നം വരൂല. ആശയങ്ങൾ തമ്മിലൊന്ന് ഏറ്റുമുട്ടട്ടെ. ഏതാണ് തൗഹീദ്, ഏതാണ് ശിർക്ക് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഞങ്ങൾ കഴിഞ്ഞ തവണ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്താണ് ചോദ്യം? യാ ഇബാദല്ലാഹ് അഈനൂനി. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിജനമായ ആരാരുമില്ലാത്തൊരു മരുഭൂമിയിൽ അകപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു യാത്രക്കാരൻ, തന്നെ സഹായിക്കാൻ ദൃശ്യമായ മാർഗങ്ങളില്ല, തന്നെ സഹായിക്കാൻ ഭൗതികമായ മാർഗങ്ങളില്ല, തന്നെ സഹായിക്കാൻ മറ്റൊരു മാർഗങ്ങളുമില്ല. ആ സന്ദർഭത്തിൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് സഹായം ചോദിച്ചുകൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനത്തിന്റെ ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രയോ ഇമാമികൾ അമൽ ചെയ്തു, എത്രയോ സലഫ് സാലിഹീങ്ങൾ അമൽ ചെയ്തു. ഞങ്ങൾ ചോദിച്ചു, ആ അമൽ ചെയ്തത് ശിർക്കാണോ? ആ അമൽ ചെയ്തത് ശിർക്കല്ലെങ്കിൽ അത് വസീലത്തുൻ ഇല ശിർക്കാണോ? നിങ്ങളുടെ വാദം എന്താണ്? അദൃശ്യരായ മലക്കുകളോടോ അദൃശ്യരായ ജിന്നുകളോടോ ഒരാൾ സഹായം ചോദിക്കുന്നത് അവര് സമീപത്തുണ്ടെങ്കിൽ അത് ശിർക്കല്ല, പക്ഷേ വസീലത്തുൻ ഇല ശിർക്കാണ്, അതുകൊണ്ടത് പച്ച ഹറാമാണ് എന്നല്ലേ? ആ വാദം നിങ്ങളല്ലാതെ, ഈ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങളല്ലാതെ ലോകത്ത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിലൊന്നും മൂപ്പർക്ക് മറുപടിയില്ല. എന്നിട്ട് മൂപ്പരുടെ ആകെയുള്ള മറുപടി എന്താ അറിയോ? ഈ കേരളത്തിലുള്ള സുന്നികള് ഷിയാക്കളാണ്, അതുകൊണ്ട് തന്നെ ഗൾഫ് നാടുകളിലുള്ള പള്ളികളിലൊക്കെ മുജാഹിദീങ്ങൾ ആശയത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഗൾഫ് നാടുകളിലുള്ള ഷിയാക്കളെ പള്ളിയിൽ മാത്രമാണ് ഇവിടുത്തെ സുന്നിയാളെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമുക്കൊന്ന് പരിശോധിക്കല്ലേ, നിഷ്പക്ഷമായിട്ട് എന്റെ ശ്രോതാക്കൾ, നിഷ്പക്ഷമായിട്ട് എന്നെ
അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീർ ചൊല്ലും. ആ തക്ബീർ ചെല്ലുമ്പോ ഫൈസൽ മൗലവി തക്ബീർ കെട്ടുന്ന മാതിരി ഇങ്ങനെയാണോ കെട്ടുന്നത് അതോ ഇങ്ങനെയാണോ കെട്ടുന്നത്? എങ്ങനെ കെട്ടുന്നത്? മുജാഹിദീങ്ങൾ കെട്ടുന്ന മാതിരിയാ? ലോകത്ത് കേരളത്തിലുള്ള ഈ മുജാഹിദുകളുടെ ഈ വിദഗ്ധ കൈക്കട്ടൽ ഈ കേരളത്തിലല്ലാതെ ഭൂമി ലോകത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടോ? ഗൾഫ് നാടുകളിലുണ്ടോ? ഉത്തരേന്ത്യയിലുണ്ടോ? ചൈനയിലുണ്ടോ? റഷ്യയിലുണ്ടോ? അമേരിക്കയിലുണ്ടോ? ഇംഗ്ലണ്ടിലുണ്ടോ? ലണ്ടനിലുണ്ടോ? വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അല്ലാഹു അക്ബർ എന്ന ഇവരുടെ പരിപാടി പോട്ടെ. ഗൾഫ് നാടുകളിലെ സ്ഥിരാകേന്ദ്രമായ മക്കയിലും മദീനയിലും റമളാൻ മാസം വരുമ്പോൾ തറാവീഹ് എത്ര റക്അത്താ അവിടെ നിസ്കരിക്കുന്നത്? എത്ര റക്അത്താ? എന്നിട്ട് ഇവിടെ വന്ന് കാണും കുമ്പസരിക്കുക. ഗൾഫ് നാടിലൊക്കെ ഞങ്ങളെ ആശയമാണ് നടക്കുന്നത്. ഇവിടെ സുന്യാള് പറയുന്ന ആശയങ്ങളൊക്കെ ഷിയാക്കളാണ് നടത്തുന്നത്. അപ്പൊ അച്ഛ നോണിയും പറയാം. ഈ നുണ പറയണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം നിയന്ത്രണമുള്ള ആൾക്കൊരു പറയാൻ കഴിയോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മൾ ഉന്നയിച്ച ഒരു പ്രശ്നത്തിനും മറുപടി പറയാതെ എന്നിട്ട് ഒരു പ്രസംഗം നടത്തി പോവുക എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും തന്നെ ഇദ്ദേഹം ചെയ്യുന്നില്ല. പിന്നെ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കാം. മരിച്ചുപോയ ആളുകള് കേൾക്കുവോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളൊരു ആയത്തോതി. എന്താ? സൂറത്തു തൗബയുടെ ആയത്തോതി. അത് ബഹുമാനപ്പെട്ട അസീസ് വൈസി അദ്ദേഹത്തിന് UAE സംബന്ധിച്ച് നന്നായി അറിയാം. അബുദാബിയിൽ മുൻ പ്രസിഡന്റ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ മറവ് ചെയ്യപ്പെട്ട പള്ളിയിൽ ഖബറിങ്ങൾ ഇപ്പോഴും ഖുർആൻ ഓതുമ്പോ എന്ത് പറയാനുണ്ട്? അപ്പൊ ആ പറഞ്ഞ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും ഇവിടെ നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കണ്ട, അനുയായികളെ പറഞ്ഞ് പറ്റിക്കണ്ട. വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഞങ്ങൾ ഓതിയിരുന്നു. നിങ്ങൾ അമൽ ചെയ്തുകൊള്ളുക, നിങ്ങളുടെ പ്രവർത്തനത്തെ അല്ലാഹു കാണുന്നുണ്ട്, അവന്റെ റസൂലും കാണുന്നുണ്ട്, മുഅ്മിനീങ്ങളും കാണുന്നുണ്ട്. അപ്പൊ അള്ളയും അതുപോലെ റസൂലും മുഅ്മിനീങ്ങളും നിങ്ങളുടെ പ്രവർത്തനത്തെ കാണുന്നുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇയാളെ ചോദ്യം, അപ്പോ മരിച്ചുപോയ മഹാന്മാര് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു തഫ്സീർ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ ചോദ്യം. എന്നാൽ പിടിച്ചോ, ഇവർക്ക് ഖുർആൻ ഓതിയവർ പറയും തഫ്സീറിലുണ്ടോ എന്ന് പറയും. തഫ്സീർ പറഞ്ഞുകൊടുത്താൽ ഇവർ പറയും അത് അംഗീകരിക്കൂല, ഖുർആൻ തന്നെ വേണമെന്ന് പറയും. അല്ലേ? അതൊക്കെ ഇവരുടെ തട്ടിപ്പാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഞാൻ മൗലവിക്ക് വേണ്ടിയല്ല പറയുന്നത്. സാധാരണക്കാരായ മുജാഹിദിന്റെ സഹോദരന്മാർ, അവർക്ക് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. മഹാനായ അല്ലാമ ഇബ്നു കസീർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടെന്താ പറയുന്നത്? വഖദ് വറദ, തീർച്ചയായും വന്നിരിക്കുന്നു, അന്ന അഅ്മാലൽ അഹ്യാഇ തു'റബു അലൽ അംവാതി മിനൽ അഖ്രിബാഇ വൽ അശാഇരി ഫിൽ ബർസഖി. ഏതെങ്കിലും തഫ്സീറിലുണ്ടോ എന്നല്ല ചോദിച്ചത്. ഇതേതാ തഫ്സീർ എന്നറിയോ? ഇബ്നു കസീറാണ്. സൂറത്തു തൗബയുടെ 105-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാ, വഖദ് വറദ അന്ന അഅ്മാലൽ അഹ്യാഇ തു'റബു അലൽ അംവാതി മിനൽ അഖ്രിബാഇ വൽ അശാഇരി ഫിൽ ബർസഖി. അവർ ജീവിതഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ളവരുടെ കർമ്മങ്ങൾ മരിച്ചുപോയ കുടുംബാംഗങ്ങൾക്ക് വെളിവാക്കി കൊടുക്കപ്പെടും. ഏതെങ്കിലും തഫ്സീറിലുണ്ടോ എന്നല്ല ചോദിച്ചത്. മറുപടി പിടിച്ചോ. തീർന്നില്ല. കഴിഞ്ഞ തവണ നമ്മളൊരു ഹദീസ് പറഞ്ഞിരുന്നു. ഏതാണ് ഹദീസ്? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഹയാത്തി ഖൈറുൽ ലക്കും വഫാത്തി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ട്, മരിച്ചാലും ഉപകാരമുണ്ട്. അതെങ്ങനെ? തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമലുകളെല്ലാം എന്റെ മേൽ വെളിവാക്കപ്പെടും, ഞാനത് കാണും. എന്നിട്ടോ ആ അമലുകൾ നല്ലതാണെങ്കിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. അല്ല, അത് മറിച്ചാണെങ്കിൽ, തെറ്റായ കർമ്മങ്ങളാണെങ്കിൽ. ഉദാഹരണം, ഈ സദസ്സ് ഒരു ദീനി സദസ്സാണ്.
ഇനി ഇതിന് പകരം ഇതൊരു ഡാൻസിന്റെ സദസ്സാണെങ്കിലോ, നടത്തുന്നത് മുസ്ലിമീങ്ങളാണ്. ഒരു ഉദാഹരണം പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലാത്ത തിന്മയുടെ ഒരു കാര്യമാണെങ്കിൽ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണെന്ന് ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ ആ പറഞ്ഞ അന്ന് ഞാൻ ചോദിച്ചിരുന്നു, ഈ ഹദീസിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? എന്തേ ഇവിടെ വന്നുകൊണ്ട് ആ ഹദീസ് ഇങ്ങനെ വായിച്ചു പോയി എന്നല്ലാതെ ആ ഹദീസ് തെറ്റാണെന്ന് പറയാൻ, ആ ഹദീസ് കള്ളമാണെന്ന് പറയാൻ എന്തേ മൗലവിയുടെ നാവ് പൊന്തിയില്ല? പൊന്തിയാൽ പിടികൂടുമെന്നതിൽ ചില സൂചനകൾ അന്ന് പറഞ്ഞിരുന്നു. ആ സൂചന അയാളുടെ ചങ്കിൽ കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തേ ഹദീസിനെ ചോദ്യം ചെയ്യാൻ കഴിയാതിരുന്നത്? ഞാൻ അദ്ദേഹം ഇനി ഇവിടെയോ വേറെവിടെയോ വരുമ്പോൾ ആ ഹദീസിനെ കുറിച്ചുള്ള തന്റെ നിലപാട് പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ഹദീസിനെ കുറിച്ച് ഒരു നിലപാട് പറയാൻ എന്തേ ബഹുമാന്യനായ ഫൈസൽ മൗലവി സുഹൃത്തിന് സാധിച്ചില്ല? ഞാൻ അയാളെ ബാപ്പാനെ പറയാനൊന്നും നിൽക്കുന്നില്ലട്ടോ. ഇനിയിപ്പോ അസീസ് വൈസിന്റെ ബാപ്പാനെ പറയും. അസീസ് വൈസ് എന്ന ഉദ്ഘാടനത്തിൽ കാര്യങ്ങൾ നന്നായി പറഞ്ഞു. ഇനി വേറെ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ അരിപ്രയിലുള്ള അബ്ദുൽ അസീസ് വൈസിയുടെ പിതാവ്, മരിച്ചുപോയ പിതാവ്, അല്ലാഹു അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആ ബാപ്പാനെ പറയും അല്ലേ? എന്റെ ബാപ്പാനെ പറയാനാണ് ഇയാളെ സ്ഥിരം പതിവ്. പറഞ്ഞോട്ടെ, അതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. കുടുംബപരമായ കാര്യങ്ങളോ മറ്റോ ഇവിടെ പറയാം, അതല്ല ഇവിടെ ചർച്ച. ഞാൻ അയാളെ ബാപ്പാനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ ബാപ്പയും അദ്ദേഹം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന്റെ ബാപ്പ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ആട്ടിയിട്ടുണ്ട് എന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ? സംഗതി അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ വീട്ടിലല്ല താമസിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആട്ടി, ബാപ്പയും മാറ്റി, ഉമ്മയും മാറ്റി. പക്ഷെ നമ്മളത് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഇദ്ദേഹം ആ ഹദീസിനെ പറ്റി മിണ്ടിയില്ല. പിന്നെ പറഞ്ഞത് മരിച്ചോര് കേൾക്കൂല എന്ന് കഴിഞ്ഞ തവണ നമ്മുടെ പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ബിംബങ്ങളെ വിളിക്കുകയാണെങ്കിൽ ആ ബിംബങ്ങൾ നിങ്ങളെ വിളി കേൾക്കൂല, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യൂല. കഴിഞ്ഞ തവണ നമ്മൾ ചോദിച്ചു, ആ പറഞ്ഞ കേൾക്കൂല, ഉത്തരം ചെയ്യൂല എന്ന് പറഞ്ഞത് മരിച്ചുപോയ റസൂലിനെ പറ്റിയാണോ, മരിച്ചുപോയ അമ്പിയാക്കളെ പറ്റിയാണോ, മരിച്ചുപോയ മഹാത്മാക്കളെ പറ്റിയാണ് എന്ന് ഏതെങ്കിലും ഒരു രേഖ കൊണ്ട് നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുമോ എന്ന നമ്മുടെ ചോദ്യത്തിന് എന്തേ ഉണ്ടാട്ടം മുട്ടി? എന്തേ മറുപടി പറഞ്ഞില്ല? ഈ അടുത്ത് ഫൈസൽ മൗലവിയോട് അഥവാ ജിന്നിനോട് പ്രാർത്ഥിക്കൽ ശിർക്കല്ല എന്ന് പറയുന്ന ആ വാദക്കാരനായ ഫൈസൽ മൗലവിയോട് മുജാഹിദിന്റെ ഇതര ഗ്രൂപ്പുകാരൊരു ചോദ്യം ചോദിച്ചു. നമ്മളൊക്കെ മൊബൈലിലുള്ള ഇതിന്റെ ക്ലിപ്പുണ്ട്. നിങ്ങളൊക്കെ മൊബൈലുണ്ടാവും അല്ലേ? അബ്ദുൽ നാരിമി, നമ്മളെ മൊബൈലില്ലേ? എന്താണ് സംഭവം എന്നറിയോ? മലക്കുകളോട് സഹായം ചോദിച്ചാൽ കേൾക്കുമോന്ന് ചോദിച്ചു. ഞങ്ങളോട് കേൾക്കൂല. അപ്പോ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, റഖീബ് അതീദ് അലൈഹിസ്സലാം എന്ത് തന്നെ നമ്മൾ സംസാരിച്ചാലും കേൾക്കും എന്ന് ഖുർആനിലുണ്ടല്ലോ. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അപ്പൊ ചോദ്യം, റഖീബ് അതീദ് എന്നീ രണ്ട് മലക്കുകളോട് സഹായം ചോദിച്ചാൽ റഖീബെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ കേൾക്കുമോ? ഫൈസലാണ് വേരകി. ഫൈസൽ പറഞ്ഞു, കാരണം കേൾക്കും എന്ന് പറഞ്ഞാൽ പിന്നെന്തായി? അവരോ വിളിച്ചാൽ കേൾക്കൂല എന്ന മുജാഹിദിന്റെ വാദം പൊട്ടി. കേൾക്കൂല എന്ന് പറഞ്ഞാലോ സൂറത്ത് ഖാഫിൽ അല്ലാഹു തആല പറഞ്ഞ ആയത്തിനെ എതിർക്കലായി. അപ്പൊ ഇയാൾ ആകെ കടന്നു വരകി. ഇയാൾ പറഞ്ഞു, സഹായം ചോദിച്ചാൽ കാക്കണേ എന്ന് പറഞ്ഞാൽ കേൾക്കും, പക്ഷെ പ്രാർത്ഥിച്ചാൽ കേൾക്കൂല. എന്താ പറഞ്ഞത്? റഖീബേ അതീദേ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ കേൾക്കും. അങ്ങനെ കേൾക്കുമോ? കേൾക്കും. പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിച്ചാൽ കേൾക്കൂല. ഈ കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ടാണല്ലോ കേൾക്കുക. എന്റെ ശബ്ദം ഡയഫ്രത്തിലൂടെ വലിച്ചെടുത്ത്
സൗണ്ട് ബോക്സിലൂടെ നിങ്ങൾ കേൾക്കുന്നു. സൗണ്ടിനെയാണ് കേൾക്കുക, അല്ലാതെ മനസ്സിലുള്ളത് കേൾക്കൂല. മനസ്സിലുള്ളത് അറിയാ ചെയ്യാ. മനസ്സിലുള്ളതിനെ അറിയും, ശബ്ദത്തെ കേൾക്കും. അപ്പൊ പ്രാർത്ഥനയായാലും സഹായത്തേറ്റായാലും അവിടെ ഉണ്ടാകുന്ന ശബ്ദത്തിനെ പറ്റിയാണ് കേൾക്കുക എന്ന് പറയാം. അപ്പോ ഇയാള് പറയാം, സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ കേൾക്കും, പ്രാർത്ഥിച്ചാലോ കേൾക്കൂല. ഇതെങ്ങനെ പരിപാടി അല്ലേ? ഇതെങ്ങനെ പരിപാടി? അപ്പൊ ഈ കോലത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവർ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു, ഇവിടെ അദ്ദേഹം പ്രസംഗിച്ച ഒരു പോയിന്റ് കൂടി പറയട്ടെ. നമ്മൾ അന്ന് പറഞ്ഞു, മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ പ്രതിസന്ധി ഘട്ടം വന്നു. ഞാൻ പരിപാടി നിർത്താൻ നമുക്ക് 5 മിനിറ്റോട് നിർത്തും, 10 മണി കൃത്യം നിർത്തും. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാക്ക് പ്രതിസന്ധി വന്നു. മറിയം ബീവിക്കെതിരെ ശത്രുക്കൾ വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. ആ സമയത്ത് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ എന്താണ് ചെയ്തത് എന്നത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നത് കഴിഞ്ഞ തവണ നമ്മൾ പറയുകയുണ്ടായി. എന്താണ്? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ എതിരാളികളായ ആളുകളോട് പറയാണ്, ഫഅശാറത്ത് ഇലൈഹി, തൊട്ടിലിൽ കിടക്കുന്ന ഈസാ നബിയോട് നിങ്ങൾ സംസാരിക്കുക, സത്യാവസ്ഥ ചോദിച്ചറിയുക എന്നതിലേക്ക് മറിയം ബീവി ആംഗ്യം കാണിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഇവിടെ നടക്കുന്ന വിഷയം ഇന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് സാധാരണ വിഷയ? അത് അസാധാരണമായ വിഷയമല്ലേ? അസാധാരണമായ മാർഗത്തിലൂടെ സഹായം ചോദിക്കാൻ വേണ്ടി എതിരാളികളോട് ആവശ്യപ്പെട്ട മറിയം ബീവിയുടെ സംഭവം വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചത് ശിർക്കാണോ? അപ്പൊ മൂപ്പരെന്ത് ചെയ്തു എന്നറിയോ? ആ അശാറത്ത് ഇലൈഹി എന്നുള്ള ആയത്തിനെ സ്പർശിക്കാതെ ആ ആയത്തിന്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ തടി സലാമത്താക്കി. എന്തേ ചോദ്യത്തിന് മറുപടി പറയാതിരുന്നത്? കഴിഞ്ഞ തവണ പുഴക്കാട്ടിൽ വന്നുകൊണ്ട് ഈ ഉള്ളവനും ബഹുമാനായ മുസ്തഫ അഷ്റഫി കക്കുപ്പടിയും പറഞ്ഞ ഓരോ പോയിന്റിലും മറുപടിയില്ല. പിന്നെ പറഞ്ഞ ജിന്നുകളെ പറ്റിയുള്ള ക്ലിപ്പിംഗ് ഇട്ടുകാണ്ട് പരിഹസിക്കുകയാണ്. ഞങ്ങൾ വിടൂല. നിങ്ങൾ സിഹിറിന് ആദ്യം നിഷേധിച്ചോ, പിന്നെ അംഗീകരിച്ചു. ജിന്നുകളുടെ സാന്നിധ്യത്തെയും അവരുടെ പ്രവർത്തനത്തെയും ആദ്യം നിഷേധിച്ചു, പിന്നെ അംഗീകരിച്ചു. അതിവിടെ മാലോകരോട് വെളിപ്പെടുത്തുന്ന അനേകമനേകം ക്ലിപ്പിങ്ങുകൾ ഇന്ന് ഭൂമിയിലുണ്ട്. അത് യൂട്യൂബിലുണ്ട്, ഇന്റർനെറ്റിലുണ്ട്, എല്ലാ ആളുകളെയും മൊബൈലുകളിലുണ്ട്. അത് നിങ്ങളെ വിടാതെ പിന്തുടരുക തന്നെ ചെയ്യും. അതിവിടെ പുഴക്കാട്ടിയുടെ മണ്ണിൽ ബഹുമാനരായ മുസ്തഫ അഷ്റഫി അറിയിച്ചപ്പോൾ എന്തേ കഴിഞ്ഞ തവണ ഇവിടെ വന്ന ഫൈസൽ മൗലവി അതിനെ സംബന്ധിച്ച് മറുപടി പറയാതെ അത് ഞങ്ങളെ കളിയാക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയത് എന്തേ? മറുപടി പറയണം. അപ്പൊ ഇതിലൊന്നും മറുപടി പറയാൻ ഈ സഹോദരങ്ങൾക്ക് സാധിക്കുകയില്ല എന്നതുകൊണ്ടാണ് അവര് സംവാദത്തിന് വരാത്തത്. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇത് ഈ ഗണ്ണന പ്രസംഗത്തിലുള്ള സത്യാവസ്ഥ നേർക്കുനേരെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ഒരു തുറന്ന സംവാദത്തിന് ഇന്നല്ലെങ്കിൽ നാളെ, മറ്റന്നാൾ, പിറ്റന്നാൾ, വ്യാഴാഴ്ച റമളാൻ പിറന്നാലും ശരി, അല്ലെങ്കിൽ റമളാൻ കഴിഞ്ഞിട്ടായാലും ശരി, ഞങ്ങളുമായിട്ട് ഒരു തുറന്ന സംവാദത്തിന് ഈ പുഴക്കാട്ടിയുടെ മണ്ണിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചോദിച്ച ആ ചോദ്യം ഇനിയും ഞങ്ങൾ ആവർത്തിക്കുകയാണ്. ഇത് ജനങ്ങളെ ചൊരിത്തിരിക്കുന്നു, ഇത് പ്രവർത്തകരെ ചൊരിത്തിരിക്കുന്നു. മുജാഹിദിന്റെ പ്രവർത്തകര് ഈ ചോദ്യത്തിന് വളരെ നല്ല ഭാഷയിൽ അവരതിന് മറുപടി തരണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.